നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ആലുവയിലുള്ളൊരു വീട്ടിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതാരുടെ വീടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഭയങ്കര, എനിക്ക് തോന്നുന്നു കുറച്ച് പേരെന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് ആളുകൾ ഇപ്പം സ്നേഹിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലാണ്, ഒരു കുട്ടി സെലിബ്രിറ്റിയുടെ വീട്ടിലാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടത്. നമ്മുടെ സ്വന്തം ദേവനന്ദ. മാളികപ്പുറം എന്ന സിനിമയിലൂടെയാണ് ആളെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടുള്ളത്. അതിന് മുന്നേ സിനിമകളൊക്കെ ആൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ മാളികപ്പുറം എന്ന സിനിമയിലൂടെയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് നമ്മുടെ ദേവൂട്ടി അങ്ങോട്ട് കയറിയതല്ലേ. അപ്പോൾ ദേവൂട്ടിയുടെ പുതിയ വീടാണിത്. അപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോകുന്നു. പുതിയ വീടൊക്കെ വെച്ചെന്ന് അറിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചു നിങ്ങളെയും കൂടി ആ വീട് കാണിക്കാമെന്ന്. ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ദേവുവിനെ നമ്മൾ അകത്ത് നിർത്തിയേക്കാം. ഓക്കെ, പറ. അപ്പോൾ നമുക്ക് എന്തായാലും മുട്ടി നോക്കാം. ഹലോ, ഇതെന്താ ദേവു തുറക്കാൻ? പുതിയ വീടാ, അതുകൊണ്ടാട്ടോ. ഒന്നും ഹായ് പറ നമ്മുടെ വ്യൂവേഴ്സിന്റെ അടുത്തൊക്കെ. യെസ്, നമ്മുടെ ദേവൂട്ടിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ദേവുവിന്റെ പുതിയ വീടാണല്ലേ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? മൈക്ക് ഞാൻ കൊടുത്തില്ല ദേവുവിന്. മൈക്ക് വെച്ചിരട്ടെ. അയ്യോ, എന്റെ ഇത്രയും വലിയ ഉടുപ്പിന്റെ ദേവു, അച്ഛനും അമ്മയ്ക്ക് എന്തേ? അയ്യോ, എവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വീടിന്റെ അകത്തേക്ക് പോവാം. നല്ല ചൂടുണ്ട്, പൊരിഞ്ഞ വെയിലത്ത് ഭയങ്കര ചൂടാണ്. കുറച്ച് കാറ്റുണ്ടപ്പോ നല്ല സുഖം. ഇവിടെ ആദ്യം തന്നെ നമ്മുടെ ടി.വി. ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം. ഓക്കെ, ലിവിംഗ് റൂം. ഇവിടെ ഒരു മ്യൂറൽ പെയിന്റിംഗ് ഉണ്ട്, എന്റെ അച്ഛന്റെ ഫ്രണ്ട് വരച്ചു തന്നതാണ്. ഓക്കെ, ദേവു നന്നായി സംസാരിക്കും, എല്ലാ കാര്യങ്ങളും പറയുന്നത് കൊണ്ട് എനിക്ക് അത്ര വലിയ പണിയൊന്നുമില്ല. ദേവു തന്നെ ഇതൊക്കെ എന്താണെന്ന് എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും അല്ലേ. പിന്നെ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് പോലെ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവിടെ എന്റെ കുറച്ച് അവാർഡ്സ്. ഓ, ഇപ്പൊ ഇത് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടി ഒരു ഷെൽഫ് പണിയേണ്ടി വരും. ഇത്ര സ്ഥലേ ഉള്ളൂ, കൊറേ മൊമെന്റോസ് പൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ്, ഇനി തുറക്കണം. അതൊക്കെ തുറന്ന് നമുക്ക് അതിനു വേണ്ടി തന്നെ ഒരു ഷെൽഫ് മൊത്തം, ഒരു സൈഡ് മൊത്തം സെറ്റ് ചെയ്യേണ്ടി വരും. ഇനി എന്തൊക്കെ അവാർഡാ വാങ്ങിക്കാൻ കിടക്കുന്നല്ലേ. അതെ, അപ്പൊ നമുക്കിനി കടന്നാലോ? അല്ല, ലിവിംഗ് റൂം മൊത്തത്തിൽ ഞങ്ങൾ പറഞ്ഞതാ. അപ്പം ഇവിടെ മുകളിൽ നോക്കുമ്പോ തന്നെ നല്ലൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കേർട്ടൻ ഇപ്പൊ ഇട്ടിരിക്കുന്നത് ഭയങ്കര വെയിലൊക്കെയാണ്. ഇത് വരച്ചതാണോ ഈ മ്യൂറൽ? ഇത് മ്യൂറൽ പെയിന്റിംഗ് വരച്ചതാണ്. ഇത് ശിവന്റെയും പാർവതിയുടെയും ഗണപതി ബപ്പയുടെയും മുരുകസ്വാമിയുടെയാണ്. അപ്പം ഇത് ഇവിടെ വെച്ചു. ഓ, നിങ്ങൾ കണ്ടിരുന്നു അവിടെ പുറത്തൊരു മ്യൂറൽ പെയിന്റിംഗ്? അത് കണ്ടില്ല. അയ്യോ വാ വാ. അയ്യോ വാ വാ. ഇവിടെ മുകളിൽ നോക്കിയാൽ നമുക്കൊരു 3D ഗുരുദേവന്റെ പെയിന്റിംഗ് കാണാം. എനിക്കത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ്. എന്റെ 2 ഫേവറേറ്റ് പീപ്പിൾ ആണ്. അത് ട്രിവാൻഡ്രത്തുള്ള റാണി മോഹൻദാസ്, റാണിയമ്മയും മോഹനച്ചനും തന്നതാണ്. ഓക്കെ, നല്ല രസമുണ്ട്. ക്യാമറ ഇങ്ങോട്ട് വരൂ, അവർക്ക് കാണണ്ടേത്. ക്യാമറ ഇങ്ങോട്ട് വരുമോ? കാണണ്ടേ അവർക്കത്? ചോദിക്കണേ കേട്ടില്ലേ? അത് കാണിച്ചോളൂ അവര്. എവിടെ നിന്ന് നോക്കിയാൽ ഇത് 3D പെയിന്റിംഗ് ആയതുകൊണ്ട് ഗുരുദേവൻ നോക്കുന്നത് പോലെ ഇരിക്കും. ഓക്കെ, ഇപ്പൊ നോക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്നോളൂ. ഇപ്പൊ ഇവിടുന്ന് നമ്മൾ നോക്കണ്ടല്ലേ. ഇനി ഇറങ്ങി നോക്കിയാലും നോക്കുന്നുണ്ടാവും. എവിടെ നിന്നാലും ഗുരുദേവൻ നമ്മൾ നോക്കുന്നുണ്ട്. 3D ഗുരുദേവനൊക്കെ കണ്ടു നമ്മള്. ഓക്കെ ചേച്ചി, ഇത് തിരിച്ചു വെക്കാമോ? സോറി, കല്ലിന് വേദന എടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഈ ഡ്രസ്സൊക്കെ നന്നായിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഉള്ളിലേക്ക് വെച്ചത്. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ. അപ്പം ഞാൻ എന്തായാലും പറഞ്ഞു. അപ്പം കല്ലൂന്റെ അയ്യപ്പൻ, ആ സിനിമയിൽ കല്ല് ഉപയോഗിക്കുന്ന അയ്യപ്പൻ, ഇതാണ് ആ അയ്യപ്പൻ. ഓക്കെ ഓക്കെ, കേറി വരുമ്പോ തന്നെ അയ്യപ്പനെ കാണാം അല്ലേ. അയ്യപ്പനെ അവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, പിന്നെ ഇവിടെ നോക്കുമ്പോ തന്നെ നമുക്ക് നമ്മുടെ പൂജാമുറിയും കാണാം. നേരെ സ്ട്രൈറ്റ് പൂജാമുറി. ഓക്കെ, നല്ല പ്ലാൻസ്. ഇതൊക്കെ കല്ലൂന്റെ ഐഡിയ ആണോ? ഇത് മൊത്തത്തില് കല്ലൂന് എന്തെങ്കിലും നിർബന്ധം ഉണ്ടായിരുന്നോ? എനിക്ക് വീട്ടിൽ ഇങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് എന്റെ സ്വന്തം റൂം വേണമെന്നുണ്ട്, പക്ഷെ എനിക്ക് തന്നെ കിടക്കാൻ പേടിയാണ്, എനിക്ക് പ്രേതത്തിനെ പേടിയാണ്. എന്നിട്ടാണ് ഞാൻ പ്രേതപ്പടത്തിൽ അഭിനയിക്കുന്നത്. അപ്പം എനിക്ക് ഒരു റൂം മോളിൽ തന്നിട്ടുണ്ട്. അവിടെ എന്റെ കുറച്ച് സാധനങ്ങൾ,
പിന്നെ ഞാൻ താഴെയാണ് കിടക്കുന്നത്, എല്ലാരും താഴെയാണ് കിടക്കുന്നത്. ഓക്കെ. എനിക്കിങ്ങനെ നിർബന്ധം, ഒറ്റയ്ക്ക് കിടക്കാറായിട്ടില്ലല്ലേ നമ്മള്, കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് കിടക്കാം. എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ വീട് ഫുൾ എന്റെ അച്ഛന്റെ പ്ലാൻ, ഫുൾ അച്ഛന്റെ പ്ലാൻ. ഫുൾ. പിന്നെ പ്ലാൻസ് ഒക്കെ അമ്മയ്ക്കും അച്ഛനൊക്കെ വേണം. അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ. അമ്മയ്ക്ക് എനിക്ക് ക്രാഫ്റ്റ്സ് ഇഷ്ടമാണ്. അപ്പം അവിടെ വേറൊരു എൻട്രൻസ് ഉണ്ട്, പക്ഷെ ഇതാണ് മെയിൻ എൻട്രൻസ്. അവിടെ ഒരു മരം ഉണ്ട്. എന്ത് മരം? എന്തോ ഒരു മരം, ഏതോ ഒരു മരം, നല്ല മണമുള്ള മരമാണ്. അപ്പൊ ആ മരത്തിൽ കൊറേ ബെൽസ് ഒക്കെ തൂക്കിയിട്ടുണ്ട്. ഞങ്ങള് ഗുജറാത്തിൽ പോയപ്പോ മേടിച്ച ബെൽസ്. എന്തായാലും നമ്മുടെ ഉണ്ണിച്ചേട്ടന്റെ വീട് ഗുജറാത്തിലാണല്ലോ. ഓക്കെ. അപ്പൊ നമ്മുടെ മാളികപ്പുറം സിനിമയില് കല്ലുവിന്റെ ഒരു അയ്യപ്പനൊക്കെ ഉണ്ട്. അതൊക്കെ കല്ലു ഇവിടെ കേറി വരുമ്പോ തന്നെ അയ്യപ്പനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള ദൈവം അയ്യപ്പനാണോ? എനിക്ക് എല്ലാ ദൈവങ്ങളും ഇഷ്ടമാണ്, പക്ഷെ എന്റെ ഏറ്റവും ഫേവറേറ്റ് മുത്തപ്പനാണ്. പിന്നെ ഏറ്റവും ഫേവറേറ്റ് ഗോഡസ് എനിക്ക് മൂകാംബിക ദേവിയാണ്. ഓക്കെ. ഈ വീട് എപ്പോഴാ ശരിക്കും പണിതേ? ഈ വീട് പണിത് പാലുകാച്ചില് സെപ്റ്റംബർ 15, 2022 ആയിരുന്നു. മലപ്പുറത്തിന് മുമ്പ്. മുന്നത്തെ വീട് ഇവിടെ തന്നെയായിരുന്നു? അല്ലല്ല, മുന്നത്തെ വീട് വേറൊരു സ്ഥലത്തായിരുന്നു. അവിടെ ഭയങ്കരമായിട്ട് വെള്ളം കയറും. ഇവിടെ പുഴയുടെ അടുത്താണെങ്കിലും വെള്ളം കയറില്ല. ഓക്കെ. ശരി. അപ്പൊ മറ്റേ പ്രളയമൊക്കെ വന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? 2 പ്രാവശ്യം വെള്ളം മുകളിൽ കൂടെ പോയി. വീട് ഫുള്ള് മുങ്ങിപ്പോയി. ഓക്കെ. അപ്പൊ പ്രളയമൊക്കെ ഭയങ്കരമായിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരാളാണിത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലേ ആ സമയത്തൊക്കെ? പിന്നെ എന്റെ പുതിയ പ്രളയപ്പടം ഇറങ്ങുന്നു. അപ്പൊ നമുക്ക് നേരത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതിൽ അഭിനയിക്കാൻ എളുപ്പമായിരുന്നോ? ഓക്കെ. അപ്പൊ പ്രളയമൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത നമ്മുടെ കല്ലു പുതിയ വീട് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ വെള്ളം കയറില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. യെസ്. അപ്പൊ നമുക്ക് എന്തായാലും ലിവിംഗ് റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് പോവാം. കല്ലു വീടിന്റെ അകത്തേക്ക് നല്ല, പക്ഷെ എനിക്ക് കല്ലു എന്നാ വരുന്നത്. സോറി, ഞാൻ ഇവിടെ വന്നിട്ട് ദേവ് എന്ന് വിളിച്ചോണ്ടിരുന്നു. നമുക്ക് എന്തായാലും ഡോറൊന്ന് അടച്ചേക്കാം. നല്ല വെയിലാ കയറുന്നത്. ഭയങ്കര വെയിലും ചൂടും. നമ്മള് തല്ലി പൊളിക്കായിരുന്നു വാതിൽ. അപ്പം ഇനി നേരെ നമ്മള് കാണുന്നത് ആദ്യം നമ്മുടെ ഇവിടെ വാഷ് ബേസിൻ. ഓക്കെ. ലിവിംഗ് ഏരിയന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ഇവിടെയാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെയും പ്ലാന്റ്സ്, എല്ലായിടത്തും പ്ലാന്റ്സ് ഞങ്ങൾ വെക്കാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ. ഇതാണ് എന്റെ ഒരു കസ്റ്റമൈസ് കിച്ചൺ. ഞാൻ അതിന്റെ അൺബോക്സിംഗ് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിലാണ് ഞങ്ങൾ എല്ലാ കീസ് വെക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പൊ ഇത്തിരി പെട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്, ഡോണ്ട് മൈൻഡ്. കളിപ്പാട്ട് കുറെ ഉണ്ടല്ലോ. ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്യാറുണ്ട്. ഇതൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് എനിക്കൊരു സീക്രട്ട് ബേസ് ഉണ്ടാക്കാൻ പോണേ. അവിടെ ജസ്റ്റ് ചെയർ വിട്ട് ഇവിടെ ഒരു ഫാനും ഉണ്ട്. എനിക്കും എന്റെ ഫ്രണ്ട്സിനും ടീ പാർട്ടി ഒക്കെ ചെയ്യാം. ഇത് മതിയോ സ്ഥലം? ടീ പാർട്ടി ഇത്രയും മതി. ഇത് എനിക്ക് ഇവിടെ ഇരിക്കാം. അത്ര കുഞ്ഞാളാന്റെ കീബോർഡ് ഒക്കെ വായിക്കോ? സ്ഥലമില്ല ഇവിടെ. പിന്നെ ഇതെന്റെ ടാബ്ലറ്റ്. ഓക്കെ. പിന്നെ ഇവിടെ ദേ കണ്ടോ, ഇതൊക്കെ ആരാ? അതൊക്കെ എന്റെ പേരൊക്കെ ടോയ്സ്. ഇവരുടെ പേര് ഓർക്കുന്നില്ല, കൊറേ പേരുണ്ട്. പിന്നെ ഇവിടെ ഇത് കണ്ടോ, കൊറേ കീബോർഡ് വായിക്കോ ദേവു? വായിക്കും, പക്ഷെ ഇപ്പം ഷൂട്ടിംഗ് കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ എന്റെ ബുക്സ്, അതുപോലെ എന്റെ ഇത്തിരി കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. കല്ലു സോറി ദേവു വായിച്ചു തരുമോ? എന്തായാലും ഇത്ര നാൾ അച്ഛന് വിടുന്ന ഡയലോഗ് ഇറക്കായിരുന്നു, പൈസ മൊത്തം തിരിച്ചു കൊടുക്കാനും മര്യാദ വായിച്ചു കേൾപ്പിച്ചോ? ഞാനൊരു സിമ്പിൾ കാര്യം വായിച്ചു. ഓക്കെ. ഞാൻ ഇവിടെ ഇരിക്കും, എന്റെ തല ഇവിടെ കൊള്ളില്ല. ഇത് ഫുള്ള് ദേവിന്റെ ഏരിയ. എനിക്ക് മാത്രമേ കൊച്ചി ടി വി പറയണല്ലേ ഇത് ഞങ്ങളുടെ ഏരിയ എന്ന് പറയണല്ലേ. ഇതിന്റെ ഒരു ഫുൾ പാട്ടുണ്ട്, പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല. അതിന്റെ പാട്ടായിട്ട് പാടിയാ മതിയോ? a long way to run, so a needle pulling thread, law or not to follow, so tea a ring with jam and bread that will bring us back to the ഒന്നും മനസ്സിലായില്ലേ? നല്ല അപ്പൊ ഇടക്കിടക്ക് ഞാൻ പാട്ട് പഠിക്കും. കണ്ട് എനിക്ക് ഇവിടെ നിക്കാൻ പറ്റണം. ഞാൻ അപ്പൊ ഇനി ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ നിങ്ങളുടെ ഏരിയ ഇതായിരിക്കും അല്ലേ? നല്ല ചൂടുള്ള അച്ഛനോട് ഫാനും സോറി ഫാൻ ഉണ്ട് ഇവിടെ. ഓക്കെ. വേണമെങ്കിൽ ചെറിയൊരു AC ഒക്കെ സെറ്റ് ചെയ്താൽ പിന്നെ ഫുള്ള് ഇവിടെ ചില്ല് ചെയ്യാം. ഇത് ദേവുന്റെ ഏരിയ, ഇതാണ് എന്റെ ഏരിയ. ഓക്കെ. ഇനി നമ്മൾ വരുന്നത് ഒരു ഓപ്പൺ സ്പേസിലേക്കാണ്. ഓക്കെ. ഫുൾ ഓപ്പൺ ആണ്. ഡൈനിങ്
റൂമാണിത്. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു കിച്ചൺ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് കിച്ചൺ ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ കിച്ചണും ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ, നമുക്ക് ആദ്യം ഇങ്ങോട്ട് കിടന്നാലോ? യെസ്. അപ്പൊ ഇതാണ് ദേവുവിന്റെ ഡൈനിങ് ഏരിയ. നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ആയിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തത്. ഇപ്പൊ കിച്ചണിൽ എന്താ ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. അമ്മയെ 2 ദോശ എന്ന് ഭയങ്കര ഉറക്കെ വിളിച്ച് പറയണ്ട, ഇവിടെ നിന്ന് തന്നെ അമ്മയെ കാണാൻ ദേവുവിന് അല്ലേ? യെസ്, അമ്മ ജസ്റ്റ് അവിടെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് പറയാം, അമ്മ ഒരു ദോശ, ഒരു ഷേക്ക് പറയാം. അപ്പം ഇവിടെയും ഞങ്ങൾ പ്ലാൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിർബന്ധമാണല്ലോ പ്ലാൻസ്. യെസ്. ഇതാണ് അപ്പൊ ഡൈനിങ് ഏരിയ. ചേച്ചി ആ കർട്ടൻ ഒന്ന് ഇത്തിരി വലിക്കോ? ഇതാ ഈ കർട്ടൻ വലിച്ചോളൂ. ഇതാണ് എന്റെ അമ്മ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ മണ്ടാല പ്ലേറ്റ് വെച്ചു. ഓക്കെ, അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഇത് വെക്കണം എന്ന്. എനിക്കും. ഇനി അതൊന്ന് വെച്ചെങ്ങോട്ടെ. ഞാനിത് ഓപ്പൺ ചെയ്യാം. ഞാൻ നേരത്തെ കേറിയ ടൈമിൽ ഞാൻ പറഞ്ഞു ദേവുവിനോട് എനിക്ക് ആകെ അസൂയുള്ളൊരു കാര്യം അത് ഈ വ്യൂ ആണ്. ഇപ്പൊ ഡൈനിങ് ഏരിയ എനിക്ക് തോന്നുന്നു ഇത് ഓപ്പൺ ചെയ്ത് ഇട്ടാൽ തന്നെ നല്ല കാച്ചൊക്കെ കൊണ്ടുവരുന്ന ഡൈനിങ് ഏരിയയും കിച്ചണും നമുക്ക് കാണാൻ പറ്റും. പിന്നെ മരത്തില് ഞാൻ പറഞ്ഞില്ലേ ഗുജറാത്തിൽ നിന്നുള്ള ബെൽസ്. യെസ് യെസ്. അതാണല്ലേ ആ ബെല്ല് വെച്ചിരിക്കുന്നത്. ഇതാണോ ആ മണമുള്ള മരം എന്ന് പറഞ്ഞത്? യെസ്, മണമുള്ള മരം. മണമുള്ള മരം എന്നാണ് ഇതിന്റെ പേര്. പേര് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇതിന്റെ പേരറിയോ? സാരില്ല, പിന്നെ ഓർത്തിട്ട് ഞങ്ങൾ പറഞ്ഞു. അച്ഛൻ വരും, അച്ഛനടുത്ത് ചോദിക്കാം നമുക്ക്. ഒരു ഇല വേണോ മണക്കാൻ? മണക്കോ? ഓക്കെ, നല്ല മണമാണോന്ന് ഞാൻ ആദ്യം നോക്കട്ടെ. നല്ല മണം എന്നൊക്കെ പറയുന്നുണ്ട്, എന്താ മണം നോക്കട്ടെ. കൈ എത്തോ? മണമില്ലേ? ഇതിന് മണം. അയ്യോ, ഇത് പകുതിയെ ഞാൻ പറിച്ചത്. ഇതിന് മണമില്ല കൈ. ഇതാണോ? ഞാൻ പറിച്ചു തരാം. അയ്യോ, ഇതിനുണ്ട്. ഇതിനുണ്ട്. പക്ഷെ ഇതെന്തോ സ്പൈസസ്. കറുകപ്പട്ട. അതാ ഞാൻ സ്പൈസസിന്റെ എന്തോ സ്മെല്ല് എനിക്ക് തോന്നി. ഇതാണ് കറുകപ്പട്ട. ഇതാണ് കറുകപ്പട്ട. പിന്നെ ഇവിടെ ഞാൻ എന്റെ ഒരു കുഞ്ഞ് എക്സസൈസിങ് ബാർ ഉണ്ടാക്കി. എങ്ങനെ എക്സസൈസ്? ഇവിടെ ജസ്റ്റ് ഒരു മരത്തിന്റെ ഇതുണ്ട്. ഞാൻ ഇതിൽ തൂങ്ങിട്ട് ഒന്നുകൂടെ കാണിക്കോ? ഇതാണ് ദേവ് കുരങ്ങന്റെ ചെറിയ ചെറിയ കുരുത്തക്കേട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തോട്ട് വരാം. നമുക്കിപ്പോ കുറച്ച് വെയിലുണ്ട്, അപ്പൊ ദേവ് കുറച്ച് കഴിയുമ്പോ കൊണ്ടുവരും. ഇവിടെ ഒരു ഷട്ടർ ഉണ്ട്. ഷട്ടറോ? ഷട്ടർ കാണണോ? വാ, ഉള്ളിൽ കയറാം. ഇത് അടച്ചു കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇതിനൊരു റിമോട്ട് ഉണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിത് താഴ്ത്താം. നോക്കിക്കോളൂ. അല്ലോ, സോറി, ബട്ടൺ ഓൺ ആക്കട്ടെ. ഷട്ടർ. ഇനി നമുക്കിത് മുകളിലേക്ക് കയറ്റാം. ഇനി ഇത് മുകളിലെത്തി തന്നെ കൊള്ളാലോ സാധനം. അതായത് വീട്ടിനകത്തേക്ക് ആരും കേറ്റില്ല. അപ്പം വീട്ടിലൊക്കെ ഞങ്ങള് ഇത് താഴ്ത്തിയിടും. അപ്പൊ നല്ല കാറ്റും കേറും. എന്നാ നമുക്ക് അടിച്ചിടണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനിയിപ്പോ അകത്തേക്കുള്ള വിശേഷം. അപ്പം നമുക്ക് ഇവിടെ ഇത് അടച്ചിട്ടാലോ? അയ്യോ, മറന്നുപോയി. ചേച്ചി തന്നെ ചെയ്തോ? ലാസ്റ്റ് അമ്മ നമ്മളെ രണ്ടുപേരും ഇവിടെ നിന്ന് ഓടിക്കും. അതിന് അമ്മ ഓഫീസിലല്ലേ, പിന്നെ എങ്ങനെ ഓടിക്കും? ഇത് ഇവിടെ വെക്കാൻ പറഞ്ഞത് അമ്മയല്ലേ ഇങ്ങനത്തെ സാധനം. അത് പൊട്ടിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇവിടെ ഇരിക്കും. ഞാൻ പോയി ഫാൻ ഓൺ. വളരെ നല്ല തീരുമാനം. നല്ല ചൂടുണ്ട്. ഒരു മിനിറ്റ് ഓണാകട്ടെ. ബായിരുന്നു. ഇവിടെ മീൻ പിടിക്കാറൊക്കെ ഉണ്ടാ? എന്റെ അച്ഛനും ഞാനും അതുപോലെ ഞങ്ങളുടെ നെയ്ബേഴ്സ് ഒക്കെ പോയി വലയിടും, മീൻ പിടിക്കും. എന്നിട്ട് ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്, വരുന്നവര് കണ്ടിട്ടുണ്ടാവല്ലോ. അവിടെയല്ലേ? പരന്തറാഞ്ചി എന്നാണ് ഐലൻഡിന്റെ പേര്. അപ്പൊ അവിടെ പോയി ഞങ്ങള് മീനൊക്കെ വെട്ടി ക്ലീൻ ആക്കി ഗ്യാസ് സ്റ്റവ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും അല്ലേ? അതിന് മസാല ഒക്കെ പുരട്ടി പൊളിക്കും. പക്ഷെ ഞാൻ മീൻ അങ്ങനെ കഴിക്കാറില്ല. എന്റെ അച്ഛനും അമ്മയും കഴിക്കുന്നത് ഞാൻ ആസ്വദിച്ചു. ഞാൻ അങ്ങനെ കഴിക്കാറില്ല. ഓക്കെ, അപ്പൊ ഞണ്ടാണ് ഏറ്റവും ഇഷ്ടം. യെസ്, ഞണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കഴിക്കാൻ ഭയങ്കര പാടല്ലേ? സിമ്പിളാ. എന്റെ കുഞ്ഞിക്കൈ വെച്ച് തോണ്ടിയെടുക്കാം. എന്റെ കുഞ്ഞ്, ഞാൻ ഇങ്ങനെ ഞണ്ട് പൊട്ടിക്കുന്നുണ്ട്. എന്റെ ഈ പല്ല് ആടായിരുന്നു. അല്ല, ഈ പല്ലല്ല, ഈ
ഇതിലേതോ അവിടെ പല്ലില്ല ഇപ്പൊ. ഈ പല്ലാണ്. അപ്പം ഈ പല്ല് ആടുമായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ട്രിവാൻഡ്രത്തായിരുന്നു ഞാൻ ആ സമയത്ത്. എൻ്റെ വല്യമ്മയുടെ വീട് ട്രിവാൻഡ്രത്താ. അപ്പം ഞാൻ എന്താണ് ആദ്യം തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഹോസ്പിറ്റലിൽ അടച്ചിരിക്കായിരുന്നു. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി എന്താണ് ഞങ്ങൾ ക്യൂലിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനായിരുന്നു നെക്സ്റ്റ്. വിളിക്കാൻ വന്നപ്പം തന്നെ ഞാൻ പല്ല് പറിച്ചെടുത്തു. തന്നെ നഴ്സും ഡോക്ടറും എനിക്ക് ആരുടെ സഹായം വേണ്ട എന്റെ പല്ല് പറിക്കാന്ന്. യെസ്, എന്റെ അമ്മൂമ്മ ഭയങ്കര നല്ല കുക്കാണ്. നല്ല ഫുഡ്. അമ്മൂമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ഞണ്ട് കറിയാണോ? നന്നായിട്ട് ഉണ്ടാക്കും. പിന്നെ എന്റെ അമ്മ ടോർട്ടില ഉണ്ടാക്കും. ടോർട്ടില റാപ്പ്. അമ്മയും അമ്മൂമ്മയുമാണ് കുക്കിംഗ്. അപ്പൊ ഞാനും ഇടയ്ക്ക് ബേക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. കേക്ക് ബേക്ക് ചെയ്യാൻ അല്ലാണ്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ അറിയോ? എനിക്ക് ഇപ്പൊ ഒന്നും ഉണ്ടാക്കണ്ട. ഇപ്പൊ അതൊന്നും പോയി ചെയ്യണ്ട, സമയാവട്ടെ. അവിടെ എത്തി നിക്കാറാവുമ്പോഴേക്കും നമുക്ക് കുക്ക് ചെയ്യാം. ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി കിച്ചണിലേക്ക് പോയാലോ? കിച്ചണിന് മുമ്പ് നമുക്ക് പൂജാമുറി ഉണ്ട്. സോറി മാഡം. ഇനി നമുക്ക് ഫാൻ ഓഫ് ചെയ്താലോ? യെസ്, കുറച്ചു നേരം നല്ല ആശ്വാസം കിട്ടി ഫാൻ ഇട്ടപ്പോ. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഇനി നമ്മുടെ പൂജാമുറി. അവിടെ ഒരു ഗണപതിനെ വെച്ചിട്ടുണ്ടല്ലേ? ഇവിടെ ഒരു ഗണപതിനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് കട്ട് ചെയ്യാമോ? ആ ഡോർ ഒന്ന് അടയ്ക്കണം. അങ്ങനെ അത് വരില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ അവിടെ ഒരു ഗണപതിനെ വെച്ചിട്ടുണ്ട്. ഈ ഗണപതി വെപ്പനൊക്കെ അഭിലാഷേട്ടൻ ഇല്ലേ നമ്മുടെ മാളിപ്പുറത്തിന്റെ റൈറ്റില്, ചേട്ടന്റെ അച്ഛന്റെ കടയിൽ നിന്നാണ് മേടിച്ചത്. ആ അയ്യപ്പൻ സിനിമയിൽ അഭിനയിച്ചതാ. ആ അയ്യപ്പൻ എന്താണ് അഭിലാഷേട്ടന്റെ അച്ഛന്റെ കടയിൽ നിന്നുള്ള അയ്യപ്പൻ തന്നെ. പക്ഷെ ഞങ്ങൾ പോയി മേടിച്ചല്ല, അവര് സിനിമയ്ക്ക് വേണ്ടി കൊണ്ടു. അത് കഴിഞ്ഞിട്ട് പോയിട്ടാണ് ഇതൊക്കെ വാങ്ങിയത്. അപ്പം ഇനി ഈ കൃഷ്ണനെ എനിക്ക് കൊട്ടാരക്കര ഗണപതി ഭഗവാന്റെ അമ്പലത്തിന്റെ അടുത്തുനിന്ന് ഒരു കടയിൽ നിന്ന് കിട്ടിയാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, റാണിയമ്മയും മോനച്ചനും. റാണിയമ്മയും മോനച്ചനും എന്റെ വീട്ടില് ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് തന്ന കൃഷ്ണനാണ്. ഇപ്രാവശ്യം വിഷുവിന് എനിക്ക് 4 ഉണ്ണിക്കണ്ണന്മാരുണ്ട്. 4 ഒന്നല്ല 4. ഓക്കെ, 4. കൃഷ്ണന്റെ മേളാണ് ഇവിടെ വിഷുവിന്. ഇതാണ് ഡോറ്. ഇവിടെ കുഞ്ഞു ഓട്ടയും പണികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു ലാമ്പ് പോലെ 2. ഇതൊരു തൂക്കുവിളക്ക്. നമ്മുടെ സാധാരണ നമ്മള് വലിയതൊക്കെയാ കണ്ടിട്ടുള്ള. ഇത് ഭയങ്കര ക്യൂട്ട് എന്താണ് സാധനങ്ങൾ വെക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ ചെയ്ത പരിപാടിയാണ് ശബരിമലയിൽ നിന്നുള്ള ചന്ദനം, ശ്രീ ലളിത സഹസ്രനാമം, പിന്നെ ഒരു രുദ്രാക്ഷം, 2 വിഷ്ണു ഭഗവാന്റെ കല്ല് വാരണാസിന്ന് കൊണ്ടുവന്ന അമ്മമ്മ, പിന്നെ 2 20 രൂപ കോയിൻ. എന്തിനാന്ന് എനിക്കറിയില്ല. ഓക്കെ, നമുക്ക് തുറക്കാം. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് മൂകാംബികമ്മേനെയാണ്. പിന്നെ ഇതെനിക്ക് റാണിയമ്മ ഗണപതി. പിന്നെ ഇത് നമ്മുടെ പറക്കാട്ട് റിസോർട്ട്സ് പ്രീ തന്ന ഒരു അയ്യപ്പനാണ്, ബ്ലാക്ക് അയ്യപ്പൻ. ആരും കണ്ടിട്ടില്ലല്ലോ ഇത്. പിന്നെ ഇതും എനിക്ക് കൊട്ടാരക്കര ഗണപതി ഭഗവാന്റെ അടുത്തുനിന്ന് കിട്ടിയത്. കുഞ്ഞു ഗണപതി. അയ്യോ സോറി, ശിവഭഗവാനെ. ശിവലിംഗം വാരണാസിന്ന് കൊണ്ടുവന്നാണ്. പിന്നെ ഒരു മരത്തിന്റെ എന്താണ് വിളക്ക്, ബാബ, പിന്നെ ഒരു എന്താണെന്ന് എനിക്കറിയില്ല അത്. അപ്പം ഇതാണ് എന്റെ കുഞ്ഞു പൂജാമുറി. നല്ല കുഞ്ഞു പൂജാമുറി. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഇവിടെ ഒരു ഇത് വാൾപേപ്പർ ഒട്ടിച്ചാണ്. അപ്പൊ ഇവിടെ വാൾപേപ്പർ ആണോ? അല്ല, അത് ടൈലാണ്. ഇത് ടൈലാണല്ലേ? അപ്പൊ ഇവിടെ ഇത് ടൈല് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടെ പക്ഷെ വാൾപേപ്പർ ആണ്. നല്ല രസമുണ്ട്. കുറെ വാൾപേപ്പേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലേക്ക് കിടക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ ഒരു പ്ലാന്റ് ഉണ്ട്. പിന്നെ ഇതും അഭിലാഷേട്ടന്റെ അച്ഛന്റെ കടയിൽ നിന്ന് മേടിച്ചൊരു റോക്കിംഗ് ചെയറിലിരിക്കുന്ന ഗണപതി ബപ്പ. എന്തോ ഇതൊക്കെയാണ് വായിക്കുന്നത് ആള്. ഇത് എന്റെ വല്യമ്മ എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് മേടിച്ചൊരു ക്ലോക്കാണ്. അപ്പൊ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അല്ലേ? അതെ. ഇവിടെ നിന്നാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? അവിടെ ഇവിടെ നിന്ന് ദേവ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വരും. അപ്പം ഇങ്ങോട്ട് വരുമ്പോ ഫ്രൂട്ട്സ്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു പ്ലേ സെന്റർ. നോക്ക്, ഞാനിവിടെ ഇട്ട് നോക്കിക്കോളൂ. ഹായ്, ഇത് ഞാൻ കൊണ്ടോട്ടെ. പിന്നെ എന്റെ കുഞ്ഞു ചപ്പാത്തി റോളിംഗ് സെറ്റ്. ശരിക്കും? അയ്യോ, ഞാൻ ഇത്രയും ചെറുത് കണ്ടിട്ടില്ല. ഉണ്ടാക്കു വന്നിട്ട് ദേവു ഇതിനകത്താ കഴിക്ക? സമയം കിട്ടിയില്ല ഇതുവരെ.
ഓ ഇത് നല്ല രസമുണ്ട്. ഓക്കെ, ആ ഇവിടെ നല്ല സ്നാക്സ് ഒക്കെ അവിടെ ഒരു കൃഷ്ണന്റെ ഇരിപ്പുണ്ട്. ഓ ഇവിടെ ഒരു വലിയ കൃഷ്ണൻ. ഇത് എത്രാമത്തെ? ഈ കൃഷ്ണനെ കണ്ടിട്ടുണ്ടാകില്ലല്ലോ. ഇല്ല, ഉരുളിക്കകത്തിരിക്കുന്നല്ലേ? ആ, വെണ്ണ തിന്ന ഉണ്ണിക്കണ്ണൻ. അപ്പം 1 2 3 4. ഓക്കെ, ഇപ്പൊ മൊത്തം 4 കൃഷ്ണനെ നമ്മൾ കണ്ടു. പിന്നെ ഇവിടെ ഒരു കപ്പല്. ഇവിടെ സ്നാക്സ് ഒക്കെ ഉണ്ട്. സ്നാക്സ്. പിന്നെ ഇവിടെ ഇത് ഷുഗർ സോൾട്ട് കോഫി ടീ. പിന്നെ ഇത്തിരി ബ്ലൂബെറീസ്. പിന്നെ എയർ ഫ്രയർ, പോപ്കോൺ. ഓക്കെ, പിന്നെ ഫ്രിഡ്ജ്. പിന്നെ ഇവിടെ ഓവനൊക്കെ സെറ്റ് ചെയ്ത്. ഇവിടെ ഓ ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ പുതിയ വീടുകളിലൊക്കെ ഭയങ്കര ട്രെൻഡിങ്. കാരണം നമ്മൾ സാധാരണ നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ തന്നെ അടുക്കള ഭയങ്കരമായിട്ട് ഒതുങ്ങിയിരിക്കും തോന്നുന്നു. എത്ര കാര്യങ്ങളൊന്ന് നോക്ക്. അല്ല, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ വെറുതെ വെക്കുന്നതിലും ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. യെസ്, ഇതിന്റെ ഉള്ളിൽ എല്ലാം സെറ്റ് ചെയ്ത് അച്ഛൻ ഡിസൈൻ നോക്കി വാങ്ങിയതാണ്. ഓക്കെ. പിന്നെ ഇത് ജസ്റ്റ് ഒരു നോർമൽ കിച്ചൺ ആണ്. പാത്രമൊക്കെ കഴുകി കൊടുക്കുമോ അമ്മയ്ക്ക്? ഇടയ്ക്ക്. ഇവിടെ ഒരു പ്ലാന്റ് ഓഫ് കോഴ്സ്. അപ്പം ഇത് ജസ്റ്റ് നമുക്ക് അത്യാവശ്യം വേഗം പാത്രമൊക്കെ കഴുകി കൊടുക്കാൻ. ഓക്കെ. അപ്പൊ ഇവിടെ സോഡ മേക്കർ, മിസ്റ്റർ ബട്ട്ലറിന്റെ ഞങ്ങൾ സോഡ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഒരു ബ്ലാക്ക് തീമിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈവൻ ബ്ലാക്ക് ഫാൻ. അതെ, ഫാനും ബ്ലാക്ക് തന്നെയാണ്. നമുക്ക് ഇനി സെക്കൻഡ് കിച്ചണിലേക്ക് കടന്നാലോ? ഓക്കെ, ഇത് ഫസ്റ്റ് കിച്ചൺ ആണ്. ഇനി ഞങ്ങൾ സെക്കൻഡ് കിച്ചണിലേക്ക് പോകും. ഇതാണ് സെക്കൻഡ് കിച്ചൺ. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഡിഷ് വാഷ് ഇതുണ്ട്. എനിക്ക് ഇട്ടാ മതി അല്ലേ? എനിക്ക് ശക്തി ഇല്ല. ഇവിടെ ഞാനും ഇവിടെ മൊത്തം പൊളിക്കും. ഡിഷ് വാഷർ. പിന്നെ ഇത് അമ്മ മേടിച്ചൊരു സാധനമാണ്. അപ്പം ഇതിലോട്ട് എല്ലാ എണ്ണക്കുപ്പിയും വെച്ച് നമുക്ക് ഇങ്ങനെ കറക്കി കറക്കി എടുക്കാം. സാധാരണ നമ്മൾ ഈ എണ്ണ എവിടെ വെച്ചാലും അവിടെ ഇത് എന്താണ്, പൊള്ളലിനുള്ള മരുന്നാണ്. ഓക്കെ, ഇതിന്റെ പേര് പറഞ്ഞു കൊടുക്ക്. പൊള്ളൽ സംഹാരി ഒറ്റമൂലി തൈലം. ഓക്കെ. പിന്നെ അല്ല, ഇത് ഭയങ്കര നല്ല ഐഡിയ. കാരണം നമ്മൾ എവിടെയൊക്കെ എണ്ണ വെച്ചാലും അവിടെയൊക്കെ ഫുൾ എണ്ണ ആവാറുണ്ട് സാധാരണ. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കറക്കി ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ജസ്റ്റ് ഈ കയറും അത് ഇവിടെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചേക്കണം. ദൈവം, നല്ല സ്മെല്ല്. നല്ല മോരുകറിയാന്ന് തോന്നുന്നു. നല്ല മോരുകറി ഉണ്ടാക്കി. ഇതെന്താന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. ഇത് വർക്ക് ഏരിയ. ഓക്കെ, വർക്ക് ഏരിയയിലാണ് ഈ തുടക്കേണ്ട കോലും ചൂലും എല്ലാം. പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ. ഇനി നമുക്ക് റൂംസിലേക്ക് കടന്നാലോ? യെസ്. എത്ര ബെഡ്റൂം ഉണ്ട് മൊത്തം? ടോട്ടൽ 4 ആണ്. എന്റെ ഈച്ച് ഫാമിലി മെമ്പറിന് സ്വന്തം റൂം ഉണ്ട്. അപ്പം ഇപ്പം നമ്മൾ അമ്മാമ്മയുടെ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പം ഈ റൂമിലാണ് ഞാനും അമ്മൂമ്മയും കിടക്കുന്നത്. എന്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് ആരൊക്കെയാ? ഞാൻ, അച്ഛൻ, അമ്മ, അമ്മ. അപ്പം അതെ, 4 പേരാണ്. ഓക്കെ. ഇവിടെ ഞങ്ങൾ പ്ലാന്റ്. ഓക്കെ, ഇവിടെ അമ്മാമ്മയുടെ ക്ലോത്ത്സ് ആണ് ഇവിടെ. ഓക്കെ, ഇതാണ് അമ്മാമ്മയുടെ മുറി, ബാത്റൂം. ഓക്കെ. ഇവിടെയും ഒരു പിന്നെ ഇവിടെ 2 മിറേഴ്സ് ഉണ്ട്. യെസ്, ഒന്ന് ഭംഗിയൊക്കെ നോക്കിട്ട് പോകാൻ തരൂ നമുക്ക്. ക്യാമറയിൽ ഭംഗിയായിട്ട്. ഈ അമ്മാമ്മയുടെ മുറിയിൽ നിന്നും നമുക്ക് ആ വ്യൂ ഉണ്ട് കേട്ടോ. നമ്മുടെ എല്ലാ മുറിയിൽ നിന്നും നമുക്ക് അടിപൊളി വ്യൂ ഉണ്ട്. അതെ, ബാൽക്കണിയിൽ നിന്നും എല്ലാ മുറിയിൽ നിന്നും ഡൈനിങ് ഏരിയയിൽ നിന്നും കിച്ചണിൽ നിന്നും എല്ലായിടത്തുനിന്നും വ്യൂ കിട്ടണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധം. യെസ്. ഓക്കെ, അപ്പൊ ഇതാണ് ബാത്റൂം. ബാത്റൂമിന്റെ ലൈറ്റ് ഇടട്ടെ. ഇതാണ് ബാത്റൂം. ഓക്കെ. അപ്പം ഇവിടെയാണ് എന്റെ സത്യത്തിലെ ടൂത്ത് ബ്രഷ് എന്റെ ബാത്റൂമിലാണ്. പക്ഷെ ഇത് എന്റെ ഉഡായിപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ടൂത്ത് ബ്രഷ്. ഇവിടെ 2 ടൂത്ത് ബ്രഷ് ഉണ്ട്. ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഉഡായിപ്പ് ടൂത്ത് ബ്രഷും ഒന്ന് നല്ല ടൂത്ത് ബ്രഷ് അല്ലേ? അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് റൂമിലോട്ട് കിടക്കാം. ഇവിടെ ഒരു കുഞ്ഞ് ചെയർ ടൈപ്പ് സാധനം ഉണ്ട്. ഇത് നമ്മള് എണ്ണയൊക്കെ ഇടൂലെ കാലിന്റെ വേനയ്ക്കും അമ്മമ്മയ്ക്ക്. ഒന്ന് ഇരുന്നേ അവിടെ നോക്കട്ടെ ഞാൻ. അതാ അമ്മാമ്മയുടെ മുറിയ ബാത്റൂം ആയതുകൊണ്ടാ നല്ല കുഴമ്പിന്റെ മണം. കുഴമ്പൊന്നും ഇട്ടിട്ടില്ല. പിന്നെ മുകളിലത്തെ അമ്മയുടെ ബാത്റൂമിലുണ്ട്. അതിന് അമ്മയ്ക്ക് അത് കുഴമ്പല്ലേ? അതെന്താ? അത് കുഴമ്പല്ല, അത് കണ്ടീഷണറും ഷാംപൂവും ബോഡി വാഷും. പിന്നെ പാത്രം കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് കുഴമ്പാണ്. പിന്നെ ഇവിടെ എന്താണ്, എന്റെ അച്ഛന് ബാക്ക് പെയിൻ ഉണ്ട്. അപ്പം എണ്ണയൊക്കെ തേച്ച് ഇരിക്കാം. അത് വളരെ നല്ല ഐഡിയ ആണ് കേട്ടോ. യെസ്, എല്ലാരും നോട്ട് ചെയ്ത് വെച്ചോളൂ. അതെ, നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ തേച്ച് കുളിച്ച് കുറച്ചു നേരം ഇരുന്നിട്ടൊക്കെ നമുക്ക് കുളിക്കണേ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര അടിപൊളിയായി. പിന്നെ നമുക്ക് നെക്സ്റ്റ് റൂമിലോട്ട് പോയാലോ? അമ്മാമ്മയുടെ കാറിലാരും പോന്നിട്ടാ. ബൈ. ഓക്കെ, അപ്പൊ ഇതാണ് അമ്മാമ്മയുടെ റൂമിൽ നിന്നുള്ള ഈ പുഴയിലേക്കുള്ള വ്യൂ.
യെസ്, ഇവിടെ നിന്ന് ഇതൊക്കെ തുറന്നിട്ടിരുന്ന നല്ല കാറ്റല്ലേ? നല്ല രസാ. യെസ്, ഓക്കെ. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. യെസ്. അയ്യോ, ഞാൻ ബാത്റൂമിന് ഡോർ അടയ്ക്കട്ടെ. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് മുറിയിലേക്ക് പോവാം. ഓക്കെ. എന്റെ പൊട്ട് പൊട്ട് പോയി ഗൈസ്. അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് വേറെ പൊട്ട് വേണം ഗൈസ്. എന്താ ഇതിൽ ഫുൾ മേക്കപ്പ് സാധനങ്ങളാണ്. പിന്നെ എന്റെ കുഞ്ഞ് ടോയ്സ് ഇത്തിരി. ഇതിന്റെ ഉള്ളിലും ടോയ്സ്. പൊട്ടെടുക്ക്. ഇവരുടെ പേര് എനിക്കറിയാം. എവിടെ എവിടെ നോക്കട്ടെ. ഇതിൽ രണ്ടാൾക്കാര് ആ പെട്ടിയുടെ ഉള്ളിലാണ്. അവരെ അൺപാക്ക് ചെയ്തിട്ടില്ല നമ്മള്. ഓക്കെ, എന്താ ഇവരുടെയൊക്കെ പേര്? അപ്പം അയ്യോ, ഇവരിൽ ഒരാളെ ഞാൻ ഫിക്സ് ചെയ്യട്ടെ. ഇത് കിൻഡർ ജോയുടെ ഒപ്പം കിട്ടുന്നല്ലേ? യെസ്, ഇതാണ് ലീഡർ. ഇത് ക്ലെയർ, ആളുടെ സിസ്റ്റർ എലിയാന. ഇത് കസിൻ. ഇത് ആളുടെ ഫ്രണ്ട്. ഇത് ലില്ലി. ഇത് ഫയർ ഫ്ലവർ. പിന്നെ ആളുടെ അടി ഇതൊരു റിംഗ് ആണ്. അന്ന് ആളുടെ സ്കേർട്ടിന്റെ അടി വെക്കാം. ഈ ആളുടെ പേരാണ് ക്രിസ്റ്റൽ. ഓക്കെ, കേട്ടല്ലോ എല്ലാരും. ഓ, പിന്നെ വേറൊരു കാര്യം, ഈ ആൾക്ക് മെർമെയ്ഡ് ആകാം. ഓ നൈസ്. അപ്പൊ നമുക്കിനി പൊട്ടെടുക്കാം. അതെ, ഫ്രണ്ട്സിനൊക്കെ ഇതിന്റെ ഉള്ളിൽ കൊണ്ട് വെക്കാണ്. ഇതൊക്കെ പുറത്തെടുത്ത് അവിടെ ദേവുന്റെ ഏരിയ കൊണ്ട് വെക്കാൻ പാടില്ലായിരുന്നു. എല്ലാം സെറ്റ് ആകുന്നില്ലല്ലോ. പൊട്ട് വെക്ക്. എന്റെ പൊട്ട് വന്നു. ഓക്കെ, കിട്ടി. യെസ്. എന്റെ മേക്കപ്പ് കിറ്റ്. മേക്കപ്പ് കിറ്റ് സ്റ്റക്കായി. കുറച്ചധികം മേക്കപ്പ് കിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരെണ്ണേ ഉള്ളൂ. മുടി മുഖത്ത്. ഓക്കെ, അപ്പൊ ഇതാണ് അമ്മാമ്മയുടെ റൂം. ഇനി ഞങ്ങള് അപ്പുറത്തെ മുറിന്റെ. ഇനി നെക്സ്റ്റ് നമ്മുടെ അച്ഛന്റെ റൂമിലോട്ടാണ് പോകുന്നത്. പക്ഷെ ഇവിടെയാണ് എന്റെ അച്ഛനും അമ്മയും കിടക്കുന്നത്. ഓക്കെ, ഈ റൂമില്. ഈ റൂം ഇതാണോ മാസ്റ്റർ ബെഡ്റൂം? ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഡോറെല്ലാം നല്ലൊരു ഡിസൈനിലാണ് ഡോറൊക്കെ ചെയ്തിട്ടുള്ളത്. ഓ വാവ്. ഇതാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ടോയ്. മൈസാൻഡയുടെ സമയത്ത് ഞാൻ ഈ ആളെയാണ് കൊണ്ടുപോയത്. പിങ്കി. ഓക്കെ, ഇതാണ് ദേവുന്റെ പിങ്കി. പിന്നെ ഇതാണ് എന്റെ ഫാമിലി ഫോട്ടോ. അച്ഛൻ, അമ്മ, അമ്മൂമ്മ. ഓക്കെ, പിന്നെ മമ്മൂട്ടി അങ്കിളുടെ കൂടെ, ടോവിനോ, ഉണ്ണിച്ചേട്ടന്റെ കൂടെ, എന്റെ എന്താണ് ഞാൻ മാത്രമായിട്ടുള്ള ഫോട്ടോ, കുഞ്ഞിലത്തെ ഫോട്ടോ, സൈജങ്ങളുടെ കൂടെ. ഇത് മാഗസീനിൽ വന്ന ഫോട്ടോ അല്ലേ? ആഗ്രഹലക്ഷ്മിയില് ആൽഫി ചേച്ചിയുടെ കൂടെ ഉള്ള ഫോട്ടോ. ഇത് ആര് തന്നതാ ഗിഫ്റ്റ്? ഇത് ഞാൻ കാണിച്ചില്ല, കീച്ചെയിൻ. ആ കീച്ചെയിന്റെ കൂടെ വന്നാണ് MA ബിഗ്സ് ആൻഡ് ആർട്ട്. ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾക്കും കസ്റ്റമൈസ്ഡ് കീച്ചെയിൻസ് വേണമെങ്കിൽ MA ബിഗ്സ് ആൻഡ് ആർട്ടിൽ പറഞ്ഞാൽ മതി. യെസ്, ഡൺ. ഇത് കുഞ്ഞൊരു എയർപോർട്ട് അമ്മയുടെ. ഓക്കെ, അപ്പൊ ഇതാണ് അച്ഛന്റെ അമ്മയുടെ റൂം. ഇവിടെ ക്ലോത്തിന്റെ കർട്ടൻ ആണല്ലേ? അച്ഛന്റെ റൂമാണ് ബേസിക്കലി. ഓക്കെ, ഈ ക്ലോത്തിന്റെ കർട്ടൻ ആണ് കേട്ടോ. ആ റൂമിന് അത്ര വ്യൂ ഇല്ല. ഇവിടെ വ്യൂ ഉണ്ട്. അതുപോലെ നമുക്ക് ഇറങ്ങിയിരിക്കാനുള്ള ഒരു ബാൽക്കണിയും ഉണ്ട്. കാണണോ? ഓക്കെ, കാണാം. ഒരു ഓഫ് വൈറ്റ് ടോണിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട്. ഓക്കെ, ബ്ലാക്ക് ആ ഒരു ടൈപ്പ് ആണ് ഞങ്ങളുടെ മെയിൻ തീം. സെക്കൻഡ് കർട്ടൻ. എല്ലാ മുറിയിലും കയറിയ വ്യൂ കാണണം. പിന്നെ ഇവിടെയും ഷട്ടർ ഉണ്ട്. എല്ലായിടത്തും ഷട്ടർ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ അവിടെ കണ്ട ഷട്ടർ ആണ് ഇവിടെയും അതുപോലത്തെ തന്നെ സെയിം തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പം ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇപ്പൊ ഇത് ലോക്കാ തോന്നുന്നു. ഓക്കെ, ഇത് ഞങ്ങൾക്ക് തുറക്കാൻ അറിയില്ല. ലോക്കല്ല. അല്ല ഞാൻ ഈ കർട്ടനിൽ മൂടിപ്പോയി. അല്ല, ഇത് വേണ്ട, നമുക്ക് പൂട്ടാം. അവിടുന്ന് പൂട്ടിക്കോ. ഓക്കെ, അപ്പൊ ഇതാണ് അച്ഛന്റെ അമ്മയുടെയും റൂം. ഇവിടെ നല്ല വ്യൂ ആണ് ഇപ്പൊ കണ്ടത്. ഇവിടെ TV സെറ്റ് ചെയ്തിട്ടില്ല അല്ലേ? ടിവിക്ക് വേണ്ടിയല്ലേ ഇത് വെച്ചേക്കുന്നത്? എനിക്കറിയില്ല, ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒരു സാധനം ഉണ്ട്. ഇത് ഡ്രസ്സിംഗ് റൂം. ഓ ഹായ്. യെസ്, ഇവിടെ ഇത് അച്ഛന്റെ കാര്യങ്ങൾ. ഓക്കെ, അച്ഛന്റെ അവരുടെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഈ കബോർഡ്സിൽ. അമ്മയുടെ സാധനങ്ങൾ ഇല്ല, അച്ഛന്റെ മാത്രം. ഓക്കെ, ഇവിടെയാണ്. അതെ, മേക്കപ്പ് ഒക്കെ ഡ്രസ് ചെയ്യുമ്പോഴേക്കും കാറ്റ് കൊള്ളണമല്ലോ, ചൂടെടുക്കുമല്ലോ. അതെ. ഓക്കെ, ഇവിടെ നമുക്ക് എല്ലാ നമ്മുടെ ബ്യൂട്ടി സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത്. ഇതാണ് ഞാൻ എന്റെ അമ്മയ്ക്ക് ദുബായിൽ നിന്ന് മേടിച്ചു കൊടുത്ത സ്പ്രേ. ഇവിടെ നമുക്ക് സ്പ്രേ അടിച്ചാലോ? നല്ല ചൂടുള്ളതുകൊണ്ട്. പിന്നെ ഈ ബേബി മസാജ് ഓയിൽ ഇട്ട്
ഞാനൊരു ചുമയുള്ള സമയത്തായിരുന്നു ദുബായി പോയത്. അപ്പൊ ഒരു 100 എണ്ണെങ്കിലും അടിച്ചു നോക്കിയിട്ടാണ് ഞാനിത് എടുത്തത്. ഉണ്ടായിരുന്ന ചുമേനും കൂടി ഇൻക്രീസ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ഈ 100 എണ്ണൊക്കെ അടിച്ചു നോക്കുമ്പോ ഭയങ്കര പാടല്ല. എന്തിനാന്ന് അറിയാന്ന് വെച്ചാൽ അമ്മയ്ക്ക് പറ്റിയ സ്മെല്ല് വേണം. നമുക്കറിയാലോ ചിലതൊക്കെ ഭയങ്കര ടു ഫാൻസി, ടു നോട്ട് ഗുഡ് സ്മെൽ. ഭയങ്കര നല്ല ലൈറ്റ് പക്ഷെ നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലുള്ള ഒരു സ്പ്രേ ആണ് നമ്മുടെ ദേവൂട്ടി 100 എണ്ണത്തിൽ നമുക്ക് വേണ്ടി കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്ക് അല്ല ഇതാണ് ബാത്റൂം. എല്ലായിടത്തും ബാത്റൂം സെയിം. അപ്പൊ നമ്മൾ അമ്മാമ്മയുടെ റൂമിലെ ബാത്റൂം കണ്ടില്ല, അതുപോലെ തന്നെയാണ് ദേവുന്റെ ഇനി നമുക്ക് മുകളിലോട്ട് പോകും. അപ്പം ഇതൊരു വുഡ് സ്റ്റെയർ കേസ്. ഇവിടെ ഒരു ഡിസൈൻ ഉണ്ട്. പിന്നെ ഞാൻ പറയാൻ പറഞ്ഞു അവിടെ സത്യത്തിലൊരു കല്ല്, ഇങ്ങനെ ഒരു ബ്രിക്ക് ടൈപ്പ് ഡിസൈൻ. ഓക്കെ, അതായത് വാഷ് ഏരിയയുടെ വോള് ചെയ്തേക്കുന്നത് ഒരു ബ്രിക്ക് അല്ലെ കല്ലിന്റെ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെയറിന്റെ അടിയിലാണ് ഞങ്ങളുടെ ദേവിന്റെ ഏരിയ. ഓക്കെ, ഈ വുഡിലാണ് സ്റ്റെയർ മൊത്തം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു പ്ലാന്റ്. ഇവിടെ വേണമെങ്കിൽ കേറി ഇരിക്കാം. എനിക്ക് കണ്ടോ, നമുക്ക് ഇരിക്കാം. ഒരു വൈറ്റ് കർട്ടൻ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ലൈറ്റ് ഉണ്ട് അല്ലേ ഇവിടെ? കുറേ ലൈറ്റ്സ് ഉണ്ട്. ഞങ്ങൾക്ക് ലൈറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഡാർക്ക് വീടുകളല്ല ഇഷ്ടം. ഞങ്ങൾക്ക് തെളിഞ്ഞ്. പിന്നെ ഇവിടെ നമ്മള് താഴെ ലിവിംഗ് ഏരിയ ഞങ്ങൾ മേളിലേക്ക് കാണിച്ചിട്ട് ഇവിടെ നമുക്ക് തൊടാം. ആ പെയിന്റിങ്, മ്യൂറൽ പെയിന്റിങ് ഇവിടെ തൊടണ്ട, ഇനി അത് താഴെ വീടും. നമ്മള് താഴെ ലിവിംഗ് ഏരിയന്ന് ഇവിടെ ഒരു ലൈറ്റ് ഹാങ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലൈറ്റ് ആണ് ഈ ലൈറ്റ്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ആ ടൈല്. യെസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇവിടെ കയറാം. അപ്പൊ ദേവുന്റെ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോർ ആണിത്. ഫസ്റ്റ് ഫ്ലോർ. അതെ. അപ്പം ഇവിടെ പുറത്തോട്ട് പോകാം നമുക്ക്. ഇവിടെ ഒരു കുഞ്ഞ് സ്പേസ് ആട്ടോ സെറ്റ് ചെയ്തിട്ടുള്ള. നോക്കട്ടെ, ലോക്കാണ്. സോറി. ഓക്കെ, ഇവിടെ നമ്മൾ നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങും. ഒരു കുഞ്ഞ് ബാൽക്കണിയിലെ ഇവിടുന്നും നമുക്ക് പുഴ കാണാം. കുറച്ച് ഇങ്ങനൊന്ന് നോക്കിയാൽ മതി പുഴ. ഇത് നമ്മുടെ ഇവിടുത്തെ സെന്റ് മേരീസ് ചുവര പള്ളിയിലെ പ്രദക്ഷിണ കുരിശാണ്. ഓക്കെ. അപ്പം ഇവിടെ ഒരു ഗേറ്റ് വെക്കാൻ പോവാണ്. അപ്പൊ അവിടെ ഗേറ്റ് വെച്ചു, സ്റ്റെപ്പ് വെച്ചാൽ നമുക്ക് അവിടെ സിമ്പിൾ ആയിട്ട് ഇറങ്ങി പോവാൻ പുഴയിൽ. ശരിയാ, അവിടെ അങ്ങോട്ട് സ്റ്റെപ്പ് വെക്കാൻ പോവാ. യെസ്. ഓക്കെ. ഇവിടെ ഒരു എന്താണ് ലോൺലി സ്ഥലമല്ല, ഫുൾ വീട് എന്നുവെച്ചാൽ 2 സൈഡും വീടാണ്. അതായത് ഇവിടെ നമ്മൾ ഈ വഴി ഇങ്ങോട്ട് വരുമ്പോഴേക്കും ദേവുവിന്റെ വീടാണ് ഇവിടെ ഏറ്റവും ലാസ്റ്റ്. പക്ഷെ അങ്ങനെ ഒറ്റപ്പെട്ട ഒരു സ്ഥലമൊന്നും അല്ല. ഇവിടെ നെയ്ബേഴ്സ് ഒരുപാട് പേരുണ്ട്. എല്ലാവരൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടാണോ? എല്ലാവരുമായിട്ട്. ഓക്കെ. എല്ലാരും ഇവിടെ വീടൊക്കെ കല്ലുവിന്റെ വീടാണ് ഇവിടെ വരണേന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും എല്ലാവർക്കും. നമുക്കിനി കിടക്കാം. യെസ്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഈ ചെറിയ സ്പേസിൽ ഒരു കുഞ്ഞു ബാൽക്കണിയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വാതിൽ അടച്ചേക്കാം. ഇവിടെ 2 ബാൽക്കണിയും കൂടി ഉണ്ട്. ഇവിടെ ഇനി എന്തെങ്കിലും വരാനുണ്ടോ? ഇല്ല. അതെ, ലിവിംഗ് ഏരിയ. യെസ്. നമ്മൾ താഴെ ഇവിടെ നേരത്തെ ലിവിംഗ് ഏരിയന്ന് മേളിലേക്ക് നോക്കി ആ വ്യൂ ആണ് നമുക്ക്. നല്ല രസമുള്ള ഒരു ഹാങ്ങിങ് കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലിറ്റർ പോലെ ഇരിക്കും ലൈറ്റ് ഓൺ ചെയ്താൽ. അപ്പൊ ഇവിടെ നിന്ന് മേളിൽ നിൽക്കുമ്പോഴേക്കും താഴെ എന്തെങ്കിലും വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിയില്ലേ? വേഗം അത് എടുത്തു തരൂ. നമുക്ക് എന്റെ റൂമിലോട്ട് കയറിയാലോ? എന്റെ റൂം, ദേവുന്റെ റൂം. ഇവിടെ ദേവുന്റെ ഏരിയ ഉണ്ട്. ഇനി ദേവുന്റെ റൂമിലേക്ക്. പക്ഷെ ഞങ്ങൾ ഒറ്റയ്ക്ക് കിടക്കാറായിട്ടില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് കിടക്കുമ്പോഴേക്കും ഈ റൂം കുറച്ചുകൂടെ. ഇവിടെ എനിക്ക് ഈ 2 കുഞ്ഞു പോട്ട്സ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ. നമ്മുടെ പേളി ചേച്ചിയുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ആണ് ബ്ലൂയി. ഈ ആളാണ് റെയിൻബോ. അത് റെയിൻബോ, ഇത് ബ്ലൂയി. ഓക്കെ. അപ്പം ഇവിടെ ക്യൂട്ട് സാധനങ്ങളുണ്ട്. ഓക്കെ. ഇതൊരു കുഞ്ഞു ഗേൾ. ഇവിടെ LOVE ലവ്. ഇത് ഞാൻ കളക്ട് ചെയ്ത 2 കല്ലാണ്. അത് ഞാൻ ഇങ്ങനെ മുകളിൽ. എവിടെ നിന്ന് കളക്ട് ചെയ്തു? ഞാനൊരു പരിപാടിക്ക് പോയപ്പം ഒരു വീട്ടിൽ നിന്ന് ഞാനൊരു പരിപാടിക്ക് വീട്ടിൽ നിന്ന് 2 കല്ലെടുത്തുണ്ടോ. അപ്പം അത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് തെങ്ങല്ലേ? തെങ്ങ് തന്നെ. പിന്നെ ഒരു കുഞ്ഞ് ഷിപ്പിന്റെ ബോട്ടിൽ. ഓക്കെ. ബോട്ടിലിന്റെ അകത്തൊരു ഷിപ്പ്. പിന്നെ ഒരു കുഞ്ഞ് ആസ്ട്രോനോട്ട് ലാമ്പ്. അത് വർക്ക് ചെയ്യോ? വർക്ക് ചെയ്യും. കാണിക്കണം. അയ്യോ. പിന്നെ ഇവിടെ റെഡ് കളർ ഉണ്ടോ? പിന്നെ ഇതൊരു പെൻസിൽ ഹോൾഡർ ആണ്. പ്ലസ് അതിന്റെ ചാർജിങ് സ്റ്റേഷൻ എവിടെയാണ്. ഒരു ഷാർപ്പനർ. എല്ലാം മനസ്സിലായില്ലല്ലോ. ഇവിടെയും ഒരു ഫ്ലവർ പോട്ട് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ എന്താണാവോ? ഇതിന്റെ ഉള്ളിലൊന്നും ഞാൻ വെച്ച് തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ ഈ മുറിയിലേക്ക് അങ്ങ് കിടക്കാം. ഇവിടൊന്നും നല്ല വ്യൂ. ഇവിടെ എനിക്ക് ആ മരവും കാണാം.
നമ്മുടെ മണമുള്ള മരം. ഇനി എന്റെ കബോർഡ്. പക്ഷെ ഇത് ദേവു ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ ദേവിന്റെ മുറിന്ന് ഇല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്റെ കബോർഡ്. ഇതെന്താണിത്? ഈ ഒരെണ്ണം കൂടെ പണിയേണ്ടി വരുമല്ലോ ഈ മുറിക്കകത്ത് മിക്കവാറും. ഇതൊക്കെ കൊറേ ഡ്രസ്, പട്ടുപാവാട, ഫ്രോക്ക്, ജീൻസ്, പാന്റ് എല്ലാം ഉണ്ട്. നല്ല നീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്റെ അമ്മയാണ് എല്ലാം അടുക്കുന്നത്. അത് ഇങ്ങനെ തന്നെ സൂക്ഷിക്കണം കേട്ടോ, അല്ലാണ്ട് ഒരു ഇതിങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ താഴേക്ക് വീഴും. അങ്ങനെ ചെയ്യരുത്. ഓക്കെ, നല്ല നീറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മാത്രമേ ദേവിന്റെ ഡ്രസ് ഇപ്പോൾ ഉള്ളൂ. യൂഷ്വൽ ബാത്റൂം. ഓക്കെ, അതായത് അമ്മമ്മയുടെ റൂമിൽ കണ്ട അതേ സെയിം ബാത്റൂം തന്നെയാണ് അച്ഛന്റെ മാസ്റ്റർ ബെഡ്റൂമിലും ഒക്കെ ഇവിടെ ഉള്ളത്. അപ്പം ഇനി ഇവിടെ വരുമ്പോൾ ഒരു സോഫ ഇവിടെ ഇട്ടുണ്ട്. പിന്നെ ചെടി, ചെടി, ചെടിയോട് ചെടി. അപ്പൊ നമുക്ക് ഇനി കുറച്ചടി സോഫയിൽ ഇരിക്കാം. നടന്നു കിടന്ന് ഞങ്ങൾക്ക് കാലുവേദന എടുക്കുക. ഓക്കെ, എനിക്ക് തോന്നുന്നു ഓടി കളിക്കാൻ തന്നെ നല്ല. ഞാനിടാം ഫാൻ ഞാൻ. ഫാൻ ഞാൻ. ദേവു ഇവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ ഇങ്ങനെ സൂക്ഷിച്ച് വേണം ചോദിക്കാൻ. ഇനി നമുക്ക് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഓടി കളിക്കാനൊക്കെ. എനിക്കറിയാം. എന്തൊരു സങ്കടം, എന്തോ സങ്കടം ഉണ്ട് കൊച്ചിന്. കഥ വലിയ പെറ്റ് ഹിസ്റ്ററി ഉണ്ട്. പറയണം വേണ്ടേ? പറയണം. ആദ്യം എനിക്കൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. എന്റെ വീട്ടിലൊരു പട്ടിക്കുട്ടി ഉണ്ട് കേട്ടാ. ഉണ്ടോ? ഒരു ലാസാപ്സ്. എന്റെ അടുത്ത് ലാപ്സാപ്സ് ആയിരുന്നു. അപ്പൊ അതിന്റെ കുറച്ചിൽ കാരണം അമ്മയ്ക്ക് മൈഗ്രെയിൻ കൂടിയിട്ട് അതിനെ വിറ്റു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടായിരുന്നത് ഒരു പാരറ്റ്. പാരറ്റ് എല്ലാ ദിവസവും ദേവു 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 എന്ന് വിളിക്കും. മോർണിംഗ് എന്റെ അച്ഛനും അമ്മയും ദേവോ 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 അത് ഇത് ചെയ് അങ്ങനെ അത് ദേവു നോൺ സ്റ്റോപ്പ് വിളിക്കും. പിന്നെ അതിനെ വെള്ളപ്പൊക്കത്തിൽ അയച്ചു വിട്ടു, പറത്തി വിട്ടു. പിന്നെ ലവ് ബേർഡ്സിനെയും പറത്തി വിട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്കുണ്ടായിരുന്ന 2 കോഴി. ഒരെണ്ണം ഒരു കോഴീനെ ഫുഡ് കഴിക്കാൻ സമ്മതിക്കൂലായിരുന്നു, അതുകൊണ്ട് അത് മുട്ട ഇടൂലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിനെ നെയ്ബറിന്റെ വീട്ടിൽ കൊടുത്ത് അതിനെ അവര് ചിക്കൻ കറി വെച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് 2 കോഴി, ഒരു കോഴീനെ മറ്റേ കോഴി ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് അത് മുട്ടയിടില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? ഇവർ 2 അപ്പുറത്ത് വീട്ടിലേക്ക് കൊടുത്താ. എന്നിട്ട് ആ ചിക്കൻ കറി ഇത്തിരി ചോദിച്ചായിരുന്നോ? ഇല്ല. എങ്ങനെ കഴിക്കുമല്ലേ നമ്മളത്? അതെന്നാലും അത്ര നല്ല കോഴിയല്ല, അത് ഭയങ്കര നോട്ടി കോഴിയാണ്. എന്നാലും അതിന്റെ പേരിട്ട് എന്താന്നറിയോ? സ്വീറ്റി പയ്യും പയ്യും. സ്വീറ്റി പയ്യും പയ്യും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് 2 റാബിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ ഡോഗിന് പോമി, ഞാനാ പേരിട്ടെ. നെക്സ്റ്റ് വന്ന പാരറ്റിന് മിന്നു, ഞാനാ പേരിട്ടെ. അത് കഴിഞ്ഞിട്ട് എന്താണ് പാരറ്റ്, ലവ് ബേർഡ്സ് കഴിഞ്ഞിട്ട് കോഴി. കോഴിയുടെ പേര് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 റാബിറ്റ്സ് ആയിരുന്നു, ഒരു ബ്ലാക്കും ഒരു വൈറ്റും. റെബേക്കയും റിച്ചർഡും. പക്ഷെ ഞാൻ റെബേക്കന് റെബൂന്ന് ഷോർട്ടിന് വിളിക്കും. റിച്ചാർഡ് ഓടിപ്പോയി, റെബു പോയി. പിന്നെ ഈ വീട് പണിയണായിരുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങള് ഫ്ലാറ്റിലോട്ട് മാറണായിരുന്നു. അപ്പം മൊയിലും കുഞ്ഞിനെ റെബുവിനെ എന്റെ വെല്ലിച്ചന് കൊടുത്തു. എന്റെ വെല്ലിച്ചന്റെ അവിടെ വലിയ ഫാമാ, ടർക്കി, കോഴി, ആട്, താറാവ്, അത് ഇത് എല്ലാം ഉണ്ട്. ഓക്കെ. അപ്പൊ ദേവു തത്തേനെ വളർത്തിയിട്ടുണ്ട്, കോഴീനെ വളർത്തിയിട്ടുണ്ട്, പട്ടീനെ വളർത്തിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഈ റാബിറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ ഒരു കുഞ്ഞു ബേർഡ് ഉണ്ടായിരുന്നു, ഒരു പാരറ്റ്. അപ്പം അത് സംസാരിച്ച് തുടങ്ങിന്ന് തോന്നുന്നു. അപ്പം ഞങ്ങള് മിന്നൽമുള്ളിക്ക് പോയി, അതിന് ടെൻഷൻ കയറി പൂടെയൊക്കെ പറിച്ച് കളഞ്ഞു. അപ്പോഴത്തേക്ക് ഞങ്ങള് റാബിറ്റിന്റെ കൂടെ എന്താണ് ഈ പാരറ്റ്സിനെ എന്റെ അച്ഛന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടന് കൊടുത്തു. ഇപ്പം ഒരു പെറ്റ്സും ഇല്ല. അപ്പോഴാണ് ഞാൻ നീവർ എന്ന സിനിമയിൽ അഭിനയിച്ചു. അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പട്ടീനെ. ഈവൻ പോമീന് ഞാൻ KG പോയി ഹായ് പറയും തിരിച്ചു വരും. കൊറേ ആയില്ലേ അത് പോയിട്ട്, അതുകൊണ്ടായിരിക്കും ഞാൻ കളിക്കൂലായിരുന്നു, അത്ര പേടിയായിരുന്നു. പിന്നെ എന്റെ പേടിയൊക്കെ മാറ്റിയെടുത്തി. പിന്നെ പട്ടി എന്റെ ദേഹത്ത് കയറി കിടക്കുന്നു, ഞാൻ പട്ടിയുടെ മുകളിൽ ഇരിക്കുന്നു. അങ്ങനെ എന്താണ് ഈ മലയാളം സിനിമയ്ക്ക് ആന്റോണൽ എന്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് എന്താണ് ദേവു വേണ്ടത്? സിനിമ ഹിറ്റായി. ഞാൻ പറഞ്ഞു, അങ്കിളെ എനിക്കൊരു ബീഗിള് വേണം. അപ്പൊ ആദ്യം അച്ഛനമ്മയും പറഞ്ഞു നോ നോ. പിന്നെ പറഞ്ഞു ശരി ഓക്കെ, ഇപ്പം പറയാം ഡോ. അപ്പൊ ഇടക്ക് നോക്കി പറഞ്ഞു. അച്ഛനമ്മയും പറയണേ
അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ട്, പിന്നെ വേറൊരു പട്ടിക്കുട്ടീനെ മാനേജ് ചെയ്യാൻ അതിനെക്കാട്ടും പാടായിരിക്കും. പക്ഷെ ദേവ് എനിക്ക് തോന്നുന്നു കൊണ്ടുവന്ന് ഞാൻ ദേവിന് നോക്കാൻ പറ്റില്ല. ദേവ് ഫുൾ ബിസിയാണ്, ഷൂട്ടൊക്കെ ആയിട്ട് ഒരു ദിവസം പോലും ദേവിനെ കിട്ടാനില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞ് ദേവ് ഒന്ന് ഇടക്കൊന്ന് ഫ്രീ ആവാൻ പറ്റും എന്ന് തോന്നുന്ന സമയത്ത് നമുക്കൊരു പെറ്റിനെ വാങ്ങാം. എന്തായാലും ഇപ്പൊ നമ്മൾ കുറെ നേരം റെസ്റ്റ് എടുത്തില്ലേ, നമുക്ക് ബാൽക്കണി ഇനി മതി ചേച്ചി അധികം റെസ്റ്റ് എടുക്കണ്ടാന്ന്. നമുക്ക് ഇനി ബാൽക്കണിയിലോട്ട് പോകാം. ഓക്കെ, ഇവിടെയും ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അയ്യോ, ഫാൻ ഓഫ് ആയില്ലേ? ഓഫ് ആയിടാ, ഓഫായി. ഓഫായി. ഇവിടെ ഒരു പ്ലാന്റ്. അതേ ദേവു, ഈ പ്ലാന്റിൽ എന്തോ ഇരിക്കുന്നു. ബീറ്റിലാണ്. പല കളറല്ലേ, നോക്ക് അതിന്റെ മേളിലത്തെ കളർ. വാവ്, ദേവിന്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടുന്നും തേക്ക് മരം എല്ലാം കാണാം. പുഴ വ്യൂ, എല്ലായിടത്തും പുഴ വ്യൂ. അതാണ് ദേവിന്റെ മുറി. ചക്ക ചക്ക ചക്ക. ബാൽക്കണിയിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാ ദേവിന്റെ മുറി. ചക്ക ചക്ക, ചക്കയോട് ചക്ക. ചക്ക ഇഷ്ടാണോ? ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ട. ചക്കയാണോ മാങ്ങയാണോ ഇഷ്ടം, അത് തേങ്ങയാണോ ഇഷ്ടം? മൂന്നും ഇഷ്ടം എനിക്ക്. മൂന്നും ഇഷ്ടം. ഓക്കെ. എന്റെ ക്ലാസ്മേറ്റ്സ് ചക്ക മാങ്ങ തേങ്ങ പറഞ്ഞപ്പോഴാണ് എന്റെ ക്ലാസ്മേറ്റ്സ് എന്നെ ചൊറിയാൻ വേണ്ടി ഒരു പാട്ടുണ്ടാക്കി. നമ്മുടെ എന്നത്തെ കേസ് കൂടു ഇറങ്ങിയ സമയത്ത് ദേവദൂതർ പാടി ഉണ്ടല്ലോ, അപ്പൊ അവരുണ്ടാക്കിയ പാട്ടാണ്. ദേവനന്ദ പാടി പള്ളിയിലച്ഛനോടി, സ്പൈഡർമാന്റെ വെപ്പ് താഴെ വീണു പോയല്ലോ, പൊട്ടനായ സ്പൈഡർമാൻ താഴെ വീണു പോയല്ലോ, ചക്ക മാങ്ങ തേങ്ങ തേങ്ങ മാങ്ങ ചക്ക. ഓരോ തവണ എന്റെ കടമ്പ അവരിത് പാടും. അവരുണ്ടാക്കിയല്ലേ ഈ പാട്ട്. പക്ഷെ ഇഷ്ടമായിരുന്നു, നല്ല രസമില്ല കേൾക്കാൻ. കാണുന്നുണ്ടെങ്കിൽ സ്റ്റീവ് കാലിൻ സിദ്ധാർത്ഥ് നെക്സ്റ്റ് ഇയർ ഞാൻ നിങ്ങൾ എല്ലാരും പിടിക്കും, നോക്കിക്കോ കേട്ടോ. ഓൺ ചേരാൻ ഞങ്ങള് തിരിച്ചൊരു പാട്ടുണ്ടാക്കി കൊടുക്കാം അവർക്ക്. ഞാൻ ഉണ്ടാക്കാൻ നോക്കി, പക്ഷെ അവരെന്നെ ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ സ്പേസിൽ നിന്നുള്ള വ്യൂ. ഓക്കെ, അപ്പം ഇനി എന്റെ സ്റ്റഡി ടേബിൾ. പക്ഷെ പഠിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ദേ ഒരു കുഞ്ഞു ലൈബ്രറി. ടൺ ടടൻ ടടൻ ടൺ ടടൻ. വായിക്കോ? ഇത്രയും ബുക്സ് ഉണ്ട്. വായിച്ചിട്ടുണ്ടോ? എന്തോരം ബുക്സാ? കൊറേ ഉണ്ട്. ഈ ചിലതൊക്കെ ഇതിന്റെ അമ്മമ്മയുടെ ഒക്കെയാണ്, ഇക്കിഗ എന്റെ അമ്മയുടെയാണ്, അങ്ങനെ അച്ഛന്റെ, അങ്ങനെയൊക്കെ കുറച്ചുണ്ട്. ഇത് ഫുള്ള് ദേവിന്റെ ബുക്സ് ആണ്. ഇതിലെ പകുതിയും പിന്നെ ബാക്കിയുള്ളതെല്ലാം എന്റെ. ഇതൊക്കെ എന്താ, ബാലരമയോ? ബാലരമയല്ല, ഹാരി പോട്ടറിന്റെ എല്ലാ കളക്ഷനും ഉണ്ടല്ലോ. ഹാരി പോട്ടറിന്റെ 3rd ബുക്ക് എനിക്ക് 2 ഉണ്ട്. ഹാരി പോട്ടറിന്റെ എല്ലാ കളക്ഷൻ ഉണ്ട്. ഹാരി പോട്ടറിന്റെ എല്ലാ ബുക്സ്, ലാൻഡ് ഓഫ് സ്റ്റോറീസിന്റെ എല്ലാ ബുക്സ് ഉണ്ട്. ഓക്കെ, ഇതെന്താ ഗിഫ്റ്റ് തന്നതാ? അതെന്റെ വല്യമ്മ, ഞാൻ പറഞ്ഞില്ലേ കോയമ്പത്തൂർന്ന്, ഇതും എനിക്ക് മേടിച്ചു തന്നതാണ്. ഓക്കെ, ഗുഡ് ലക്ക് വിഷസ്. ഇതിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ല. ഇവിടെയും ഒരു കുഞ്ഞു പ്ലാന്റ്. ഇത് രാജഗിരി ഹോസ്പിറ്റലില് ഇങ്ങനൊരു കലണ്ടർ. ഇതില് ഇപ്പൊ ഓരോ മന്തിനും ഓരോ ഇതുണ്ട്. അപ്പം ഹ്യൂമൻ ഐസ് ആർ ദ സിഗ്നിഫിക്കന്റ് സെൻസറി ഓർഗൻസ്. അപ്പം ഇതിന്റെ ഉള്ളിൽ കുഞ്ഞു പേപ്പേഴ്സ് ഉണ്ട്. ഓക്കെ, എഴുതാൻ തീവൻ. അയ്യോ, ഇതിനെക്കാട്ടും കുറച്ചും കൂടെ ക്യൂട്ട് പെൻസ് താഴെയുണ്ട്. ദേ ഇവിടെ പെപ്പ പിഗ്, യൂണിക്കോൺ. എനിക്ക് ഒരെണ്ണം തരാം. നോക്ക്, ഇങ്ങനെ പോത്ത് പോലെ വളർന്ന് ചേച്ചിക്ക് ഇതൊക്കെയാണോ വേണ്ടെന്ന് ദേവ് ആലോചിക്കുന്നത് അല്ലേ? ആലോചിച്ച ദേവ്. എനിക്ക് ഇല്ലില്ല, എന്റെ ഫേവറേറ്റ് കളർ പിങ്ക് ആണ്. അപ്പം ഇത് എനിക്ക് ദുബായിന്ന് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ചേച്ചി ഗിഫ്റ്റ് തന്നാണ്. ഇത് സത്യത്തില് ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ ഇത്രയും കളക്ഷൻസ് ഉള്ളൂ എന്ന് വെച്ചാൽ ഇത്രയും കളേഴ്സ് ഉണ്ട്. ഓക്കെ, ചേച്ചി ഇതുവരെ ടെറാക്കോട്ട സ്കെച്ച് പെൻ കണ്ടിട്ടുണ്ടോ? ടെറാക്കോട്ട മറ്റേ കമ്മലൊക്കെ ഉണ്ടാക്കുന്ന സാധനമായിരുന്നു, ക്ലേ പോലത്തെ. ടെറാക്കോട്ട വാരിയേഴ്സ് ഉണ്ടല്ലോ. പിന്നെ നമ്മളിലേക്ക് എവിടെയും കാണാത്ത ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഇതിനകത്ത് ഉണ്ട് തോന്നണം. ഇവിടെ കുറെ പൊട്ടേറ്റോ ബ്രൗൺ, അത് കഴിഞ്ഞ് ചെസ്റ്റ്നട്ട് ബ്രൗൺ, പീകോക്ക് ഗ്രീൻ. എനിക്ക് ഈ കളറിലൊരു ഡ്രസ് ഉണ്ട്. അങ്ങനെ കുറെ കളേഴ്സ് ഉണ്ട്. ഇതാണ് ടെറാക്കോട്ട കളർ. ടെറാക്കോട്ട, യെസ്, കൊള്ളാം. ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കാറുണ്ടോ? യെസ്. ഫ്രൂട്ട് പിങ്ക്, അതൊക്കെ കേട്ടിട്ടുണ്ട്. പിങ്ക് ആണ് ദേവിന്റെ ഏറ്റവും ഫേവറേറ്റ് കളർ. ബ്രോൺസ് ഗ്രീൻ കേട്ടിട്ടുണ്ടോ? ബ്രോൺസ് ഗ്രീൻ, അതൊക്കെ ഇതിലുണ്ട്. അത് എന്ത് കളറാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ദേവിനും അറിയില്ലായിരുന്നല്ലോ. ഇല്ല. പിന്നെ വേറൊരു കാര്യം, എനിക്കിതില് മലാല യൂസഫിന്റെ ബുക്കിന്റെ മലാലിനെ ചേച്ചിനെ കാണാൻ ഇത്തിരി സിമിലാരിറ്റീസ് ഉണ്ട്. എന്താന്നറിയില്ല. പിന്നെ എനിക്ക് ഷേക്സ്പിയറിന്റെയും ചാൾസ് ഡിക്കൻസിന്റെയും സ്റ്റോറീസ് ഉണ്ട്. ഇതൊക്കെ വായിച്ചോ ദേവു?
വെറുതെ അല്ല ദേവു ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് ഇത്ര അടിപൊളിയായിട്ടൊക്കെ സംസാരിക്കുന്നത്. ഇവിടെ ഉണ്ട് കുറച്ചും കൂടെ സാധനങ്ങൾ നോക്ക്. ഓക്കെ, ആ ഇതിന്റെ ഉള്ളിൽ നിറച്ചും പെൻസിലൊക്കെ കേട്ടാ. ദേവനന്ദ ജിബിൻ. ജിബിൻ അച്ഛന്റെ പേര് ജിബിൻ ആണ്. Okay. പിന്നെ ദേ ഇതിന്റെ ഉള്ളിലും നിറച്ചും സാധനങ്ങൾ എന്തായാലും ഉണ്ട്. ഓക്കെ, അടച്ചോ. ഇനി ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അല്ലേ? ഇതാണ് എന്റെ അമ്മയുടെ ബെഡ്റൂം. ഓക്കെ, എന്നാലും ഇതും എന്റെ വല്യമ്മ എനിക്ക് കോയമ്പത്തൂർന്ന് മേടിച്ചാണ്. ഇതൊരു കുഞ്ഞ് ഷെഫ് ഒരു ബാസ്ക്കറ്റും പിടിച്ചോണ്ട് ഇത് ടൂത്തിക്ക് ഒരു ചെറിയ ജെറി. ഇത് സത്യത്തിൽ ഞങ്ങൾ ഇന്നോവയെ തൂക്കിയത് ആ പൊടി പിടിച്ചോണ്ട് അതിനെ എടുത്ത് വെച്ചു. ഇവിടെയും ഒരു പ്ലാന്റ്. യെസ്, പ്ലാന്റ്. ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല വ്യൂ. ഓക്കെ, ഇവിടെ നമുക്ക് കയറാം കുറച്ച് കഴിഞ്ഞിട്ട്. ഇവിടുന്ന് ടൈറ്റാനിക്കിൽ റോസും ജാക്കും നിൽക്കുന്ന പോലെ അടിപൊളിയായിട്ട് നിന്ന് നമുക്ക് കാണാൻ പറ്റും. ആ പാട്ട് പാട്. My heart will go on. ഓക്കെ, ഇതൊരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഈ സമയത്തൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അത് ഞങ്ങളുടെ നെയ്ബർ അങ്കിളുടെ ഒരു വീടാണ്, പ്രതിമ. അതും അടിപൊളി വീടാണ്. അതും അടിപൊളി വീടാണ്. പക്ഷെ അതിനെക്കാട്ടും വ്യൂ ഞങ്ങൾക്കുണ്ട്, കണ്ടോ? അത് അവിടെ വരെ ഉണ്ട്, ഇത് ഇവിടെ വരെ കുറച്ചും കൂടി. യെസ് യെസ് യെസ്. ആ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് പ്രദീപങ്ങളുടെ വീട്ടിലോട്ട് ചാടിക്കിടക്കാൻ ഞങ്ങളൊരു ഗേറ്റ് വെക്കാൻ പോവാണ്. അല്ലെങ്കിൽ ലോകം മൊത്തം ചുറ്റിക്കറങ്ങി പോകേണ്ടി വരും. ഇവിടെ ഒരു നല്ല വാൾപേപ്പറും പിന്നെ എല്ലാ റൂമിലും അതായത് ഒരു വാളില് വാൾപേപ്പർ ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു കുഞ്ഞു ചെയർ ഉണ്ടല്ലോ, സ്റ്റഡി ടേബിൾ ചെയർ. ഇരുന്ന് നോക്കട്ടെ. ദൈവം ഫിറ്റ് ആവുന്നു. എത്തില്ലടാ. അച്ഛനോട് കുറച്ചും കൂടെ ചെറിയ ടേബിൾ സെറ്റ് ചെയ്യാൻ പറയാം നമുക്ക്. പിന്നെ ഇവിടെയും സെയിം നമ്മള് ഇവിടെ ഇതാണ് എന്റെ ഹാരി പോട്ടർ വാച്ച് നെക്ലസ്. ഓക്കെ, നൈസ് നൈസ്. ഓക്കെ, സമയം കറക്റ്റ് അല്ല. ദേവ് ഇവിടെ നിന്നാ റെഡി ആവുന്നേ. ദേവിന്റെ എല്ലാ സാധനവും ഞാൻ എല്ലായിടത്തുനിന്നും റെഡി ആകും. എനിക്ക് അങ്ങനെ ഇന്ന റൂമൊന്നുമില്ല. നെക്ലസ്. ഓക്കെ, കൊറേ കളക്ഷൻ ഉണ്ടല്ലോ. യെസ്, ഇതൊക്കെ കമ്മല്, കൊറേ ബ്യൂട്ടി പ്രോഡക്റ്റ്. ഞാൻ ഇവിടേക്ക് ഒന്ന് വരകട്ടെ എന്തായാലും. ഓക്കെ, കൊറേ ഉണ്ട്. നെയിൽ പോളിഷ്. ഹായ് ഫെറാറോ റോഷൻ. ഓക്കെ, ബുദ്ധിമതി. അതിന്റെ ഉള്ളിൽ ഫുൾ കമ്മലൊക്കെ ഇട്ട് വെച്ചേക്കും. തീർത്തതാ. രണ്ടെണ്ണം ഉണ്ട് കേട്ടാ, പക്ഷെ കൊള്ളാം, നല്ല ഐഡിയ. ഇവിടെയും ഫാൻ. ഇതൊരു കുഞ്ഞ് മാക്കിന്റെ ഒരു ഫിക്സ്. ഞങ്ങളുടെ മേക്കപ്പ് സാധനങ്ങളാണ് ഇതൊക്കെ, പറഞ്ഞു കൊടുക്കുള്ളവർക്കും. കുറേ മേക്കപ്പ് സാധനങ്ങളുണ്ട്. ഈവൻ ഇത് നോക്ക്, എന്തൊരു ക്യൂട്ടാ. ഇതൊക്കെ ഇടാൻ അറിയോ? അറിയാം. ആണോ? യെസ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇതാണ് ദേവുന്റെ ഡ്രസ്സിംഗ് റൂം. അല്ല, എല്ലായിടത്തും ദേവ് റെഡി ആവും. ഇവിടെ ദേവിന്റെ കുറച്ചധികം സാധനങ്ങൾ ഞാൻ കണ്ടു. ആസ് യൂഷ്വൽ നോർമൽ ബാത്റൂം. ഓക്കെ, യാ, നോർമൽ. നെക്സ്റ്റ് നമ്മുടെ ഹോം തിയേറ്റർ ആണ്. ഓക്കെ, ഇതിന്റെ അകത്ത് ഹോം തിയേറ്റർ ഉണ്ടല്ലേ? ലോക്ക് ആണല്ലോ. പിന്നെ ഹോം തിയേറ്ററിനെ കുറിച്ച് വിശദമായിട്ട് അറിയണമെങ്കിൽ എന്റെ അച്ഛനെ വിളിക്കാം. അച്ഛാ 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 വരൂ. അച്ഛാ അച്ഛാ വരിക. അച്ഛാ അച്ഛനൊരു പാട്ട് കൊടുക്കും. ഹലോ, വീടിന്റെ കുടുംബനാഥൻ. ഇത് വെച്ചോ. അത് വേണം. കറക്റ്റ് ആയിരിക്കും. ഞങ്ങള് മൊത്തത്തില് വീട് കണ്ടു. ഇങ്ങനെ വരികയാണ്. ഹോം തിയേറ്ററിന്റെ ഇവിടെ എത്തിയപ്പോ ഞങ്ങൾ ഇങ്ങനെ സ്റ്റക്കായി. അപ്പൊ അതിന് അച്ഛൻ എന്തായാലും വേണമെന്ന് പറഞ്ഞു. ഇതിങ്ങനെ ഹോം തിയേറ്റർ ഇതില്ല. ഇതാണ് വീടിന്റെ കുടുംബനാഥൻ, നമ്മുടെ ജിബിൻ ചേട്ടൻ, ദേവുന്റെ അച്ഛൻ. എല്ലാവർക്കും അറിയാം, കല്ലൂന്റെ അച്ഛൻ. കല്ലൂന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എല്ലാവർക്കും അറിയാം. അതായത് ദേവുന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കം ഹെയർ സ്റ്റൈലിസ്റ്റ് കം എല്ലാം 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 ദേവുന്റെ അച്ഛനാണ് ചെയ്യുന്നത്. സ്വന്തം മുടി ചെയ്യാൻ അറിയാത്ത ഞാനാണ് ഇപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട്. നമുക്ക് ഹോം തിയേറ്ററിലേക്ക് കടക്കാം. ഓക്കെ. അല്ല, ഞാനൊരു കാര്യം അറിഞ്ഞൂലോ, ഈ വീടിന്റെ മൊത്തത്തില് വേറെ ഇതിനൊരു ആർക്കിടെക്റ്റോ ഒരു എഞ്ചിനീയറോ ഒരാള് പോലും ഇല്ല. എല്ലാ അച്ഛന്റെ ഐഡിയ ആണെന്ന് ദേവ് പറഞ്ഞു. അതെന്താണെന്നറിയോ? നമ്മളാണ് താമസിക്കേണ്ടത്. നമ്മുടെ ഇഷ്ടങ്ങളും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ വേണ്ടത്. അപ്പൊ ഏതെങ്കിലും ഒരാൾ അയാളുടെ ഇഷ്ടത്തിന് വേണ്ടിയല്ല ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ദേവുവിന്റെ ഇഷ്ടത്തിന്റെ പുറകെയാണ് ഞാൻ നിൽക്കുന്നത്. അത് ദേവുവിന്റെ ഇഷ്ടമാണെങ്കിൽ ദേവുവിന്റെ പാഷനാണ്. അപ്പൊ അതേപോലെ നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഒരു എന്തൊക്കെ വേണം അല്ലെങ്കിൽ എവിടെ ഇരിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്താണ്. ആകെ വാസ്തു നമ്മൾ വിശ്വാസങ്ങൾ ഉള്ളതുകൊണ്ട് വാസ്തു കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം
നമ്മൾ പുറത്ത് കൊടുത്തു. ബാക്കി എല്ലാ പരിപാടികളും നമ്മുടെ പരിപാടികളാണ്. ഓക്കേ. അപ്പൊ എനിക്കൊന്ന് ചേട്ടൻ ഒരു ആർക്കിടെക്റ്റ് ഒക്കെ ആവാനുള്ള നല്ലൊരു ഭാവിയും കൂടെ ഉണ്ട്. ഇനി അതിന്റെ ഒരു കുറവ് കൂടി ബാക്കിയൊക്കെ തികഞ്ഞിരിക്കുക. ഇത് ശരിക്കും നമ്മൾ 2 ഡോർ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതൊരു കോമൺ വുഡിന്റെ ഡോർ തന്നെയാണ്. ഇത് നമ്മൾ എന്താ വെച്ചാൽ സൗണ്ട് പുറത്തേക്ക് പോയിരിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ചെയ്തേക്കണതാണ്. അക്വാസ്റ്റിക് വെച്ചിട്ട് ചെയ്തേക്കണതാണ്. ശരിക്കും ഇപ്പൊ എല്ലാ വീടുകളും ഹോം തിയേറ്ററും ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഹോം തിയേറ്റർ ശരിക്കും നമ്മള് AC ഓണാക്കി നമ്മള് ഇതിപ്പോ നമ്മള് ക്ലോസ് ചെയ്തു. ഇത് നമ്മൾ വീട് പണിതപ്പോ തന്നെ നമ്മൾ ഇതിനു വേണ്ടി തന്നെ ചെയ്തതാണ്. കാരണം അതുകൊണ്ട് തന്നെ ഇതിൽ വേറെ എവിടെയും നമ്മൾ വേറെ ഓപ്പണിങ്ങുകൾ ഇട്ടിട്ടില്ല. അക്വാസ്റ്റിക് കറക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. എല്ലാവരും ഹോം തിയേറ്റർ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ചെയ്യണമെങ്കിലും ഇപ്പൊ മിക്ക വീടുകളിലും ഹോം തിയേറ്റർ എല്ലാവരും ഒരു ഓപ്ഷൻ ആയിട്ട് അല്ല ശരിക്കും എന്താ വെച്ചാൽ എല്ലാവരും ആദ്യം ഒരു രസത്തിനൊക്കെ ചെയ്യും, പിന്നെ കേറാൻ മടി. പക്ഷെ ഇത് നമ്മളെന്താ വെച്ചാ നമ്മളെല്ലാ സിനിമയും കാണുന്നവരാ. എനിക്ക് തോന്നുന്നു ദേവു, എന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത്, ദേവു ആളുടെ വയറ്റിലുള്ള സമയത്ത് ഞങ്ങൾ 9ാം മാസം വരെ ഞങ്ങള് സിനിമയ്ക്ക് പോയി. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ അങ്ങനെ ഒരു സിനിമയോട് ക്രേസ് കിട്ടിയ ആളായിരിക്കാം. പിന്നെ ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ലാസ്റ്റ് ദേവും സിനിമയിലേക്ക് എത്തി. ഞങ്ങളങ്ങനെ ഇന്ന സിനിമ എന്നൊന്നുമില്ല, ഞങ്ങൾ എല്ലാവരുടെയും സിനിമ കാണും. അതായത് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞറിയാം, നിന്റെ ചിന്താഗതി അല്ലാതെ മലയാള ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് ഇന്ന ആളെന്നില്ല, എല്ലാ സിനിമകളും നമ്മൾ പറ്റുന്ന സിനിമകളാണ്. ഇപ്പൊ പിന്നെ കുറച്ച് ദേവിന്റെ പരിപാടികളായിട്ട് തിരക്കായതുകൊണ്ട് ഇവിടെ കംപ്ലീറ്റ് തീരുന്നേ ഉള്ളൂ. ഇന്നലെ കൊണ്ടൊക്കെ ഒന്ന് എല്ലാം സെറ്റായി വന്നേ ഉള്ളൂ. നല്ലൊരു കളർ കോമ്പി, ചെയേഴ്സും ഇതൊക്കെ കൂടെ നല്ല കളർ കോമ്പി. ഇതെല്ലാം ഇത് ഈ ഇവിടെ ഒരു വേറെ ഒരാളുടെയും പുറത്തുനിന്നുള്ള ഇതില്ല. അല്ല, ചെയർ നമ്മളെ കളർ നമ്മളെടുത്ത് ചെയ്താണ്. ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യിപ്പിച്ചതാണ്. അതുപോലെ സൗണ്ട് സിസ്റ്റം നമ്മൾ ചെയ്യിപ്പിച്ചതാണ്. എല്ലാം നമ്മൾ തന്നെ ഇന്ന സ്പെസിഫിക്കേഷൻ വേണം എന്ന് പറഞ്ഞ് തന്നെ ചെയ്താണ്. ഇതിൽ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ശരിക്കും എല്ലാവരും നിറച്ച് സീറ്റൊക്കെ ഇട്ട് അല്ലെങ്കിൽ ബീൻ ബാഗ് ഒക്കെ ഇട്ടിട്ടാണ് ഇരുന്നോക്ക്. എന്തോ ചെയ്യാൻ പോയെന്നെ. ഓ, ഇതിങ്ങനെ കിടന്ന് സുഖിച്ചൊക്കെ കാണാം നമുക്ക്. അതെന്താ വെച്ചാ നിറച്ച് സീറ്റ് ഇട്ട് കാണുന്നതിനോടല്ല, നമ്മൾ 4 പേരാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾക്ക് 4 പേർക്ക് വളരെ കംഫർട്ട് ആയിട്ടിരുന്ന് കാണണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ അത്ര സീറ്റ് ഇടാറുള്ളൂ. ഇത് ഓൾറെഡി അപ്പ് ചെയ്തേക്കണ ഒരു പോർഷനാണ്. സമാധാനമായിട്ടിരുന്ന് കാണാം, ഒരു കുഴപ്പമില്ല. താത്തണെങ്കിൽ ജസ്റ്റ് കാല് പ്രസ് ചെയ്താൽ മതി. റെഡി, ഓക്കെ. അപ്പൊ ഇതില് കുറച്ചുകൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 4 സീറ്റിന്റെ ചാടി കയറിയോ, ഈ ഒരു 4 സീറ്റിന്റെ ഭാഗത്തിനാണ് നമ്മൾ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് കാലിബ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു കറക്റ്റ് നമ്മുടെ ആ വ്യൂവിലാണ് വെച്ചാണ്. പിന്നെ ഇനി അവിടെ ഒരു ഇത് വരാനുണ്ട്, അവിടെ ഒരു ചെറിയൊരു കൗണ്ടർ പോലെ എന്തെങ്കിലും ഒരു ഇത് പ്ലാൻ ഉണ്ട്. നമുക്ക് സ്നാക്സ് ഒക്കെ വേണമല്ലോ, പോപ്കോൺ ഒക്കെ. പോപ്കോൺ ഉണ്ടാക്കുന്ന സാധനം താഴെ കിച്ചണിൽ ദേവ് കാണിച്ചു തന്നെയായിരുന്നു. ചെറിയൊരു മിനി ഫ്രിഡ്ജ് വരാനുണ്ട്. പിന്നെ നിങ്ങളെ പോലെ ആരെങ്കിലും ഒക്കെ വരുമ്പോ നമുക്കൊരു സിനിമയൊക്കെ കണ്ട് 2 പോപ്കോൺ ഒക്കെ കഴിച്ച് പെപ്സിയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റും. ചേട്ടാ, നമുക്ക് ഇതൊന്ന് ഓണാക്കി കണ്ടാലോ? ദേവൂട്ടാ, ആ റിമോട്ടും എടുക്കാമോ? ശരി. നിങ്ങൾ കണ്ടോ ഇതിനകത്തിരുന്ന സിനിമ എന്തെങ്കിലും? ഞങ്ങൾ അന്ന് ഇത് കാലിബ്രേറ്റ് ചെയ്ത സമയത്ത് ദേവുവിന് ഇഷ്ടമുള്ളൊരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി മലയപ്പുറം ഇറങ്ങിയിട്ട് ഞങ്ങള് ഓരോ തിരക്കുകളായി, നേരം കിട്ടിയില്ല. പിന്നെ അതിലൊരു കാര്യം കൂടി ഉണ്ടെന്താ വെച്ചാൽ ദേവ് പറഞ്ഞതാണ്, ഞങ്ങള് കഴിഞ്ഞ ഓണത്തിന് ഞങ്ങള് വീട് പാലുകാച്ചൊക്കെ കഴിഞ്ഞതാ. ഞങ്ങളിപ്പോ ജസ്റ്റ് ഒരു 1 വീക്ക് ആയുള്ളൂ. വാ, ചാടി കയറിക്കോ. അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒരു 1 വീക്ക് ജസ്റ്റ് ഞങ്ങളൊരു റെഡി ജസ്റ്റ് ഞങ്ങളൊരു 1 വീക്ക് ആയുള്ളൂ ഇങ്ങോട്ട് മാറിയിട്ട്. അപ്പൊ പിന്നെ ഞങ്ങള് ഷൂട്ട് അരമനയുടെ ഷൂട്ട് തുടങ്ങി. ഇപ്പൊ വിഷുവായിട്ട് 2 ദിവസത്തെ ഗ്യാപ്പിൽ വന്നതാണ്. അപ്പൊ അതുകൊണ്ട് പുതിയ വീട്ടിലെ വിഷു ആഘോഷിക്കാന്ന് വിചാരിച്ചിട്ട് 2 ദിവസം വന്നതാണ്. അവള് പറഞ്ഞു മറ്റേ ഫ്ലഡ് ഒക്കെ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് നിങ്ങളെ ഫ്ലഡ് സമയത്ത് ഞങ്ങൾ വേറൊരു ആലുവ ടൗണിനടുത്തായിരുന്നു. അപ്പൊ ആ ഏരിയ ഫുൾ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ പുഴ അടുത്താണെങ്കിലും വെള്ളത്തിന്റെ പ്രശ്നം ഇല്ലാത്തൊരു സ്ഥലമാണ്, ഒരു ഹൈറ്റ് ഉള്ള സ്ഥലമാണ്. ഞാൻ ചേച്ചിക്ക് റിക്ലൈനർ സെറ്റ് ആക്കി കൊടുക്കട്ടെ? കൊടു. ചേച്ചി പിടിച്ചിരുന്നോ? നേരത്തെ ഒരു സുപ്രഭാതത്തിലോ
അന്ന് ഇവിടെ അന്ന് ഒരു കാര്യം കാണിക്കാം. എന്റെ റിക്ലൈനർ ക്ലോസിംഗ് വഴി ആദ്യം തന്നെ ഇത് ഇങ്ങനെ തന്നെ ഇങ്ങനെ ആദ്യം ഒന്ന് ക്ലോസ് ചെയ്യാം. നമുക്ക് എനിക്ക് ഇരുന്നിട്ട് കാണിക്കണം നിങ്ങളെ, എന്നാലേ അത് ശരിയാവുള്ളൂ. അപ്പം ഇപ്പൊ ഞാൻ ഇരുന്നു, റിക്ലൈനർ ഓപ്പൺ ആക്കിയല്ലോ. ഇനി നമ്മള് റിക്ലൈനർ ക്ലോസിംഗ് വഴി, ഞാൻ ഇവരെല്ലാരും പോലെ വലുതല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് കാലും വെച്ച് ചവിട്ടി പറ്റില്ല. ഞാൻ ആദ്യം ഇങ്ങോട്ട് വരും, ഇതിലിരുന്നിട്ട് ഇതാണ് എന്റെ റിക്ലൈനർ ക്ലോസിംഗ് വഴി. എല്ലാരും കൈയടിച്ചേ. അത് മതി, ഞാൻ അടച്ചു. അപ്പൊ ഞാൻ ഓൺ ആക്കാം. പക്ഷെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതില് വരുന്ന എല്ലാ വീഡിയോകളും കോപ്പിറൈറ്റ് ഉള്ളതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അവിടെ അത് ഇടാൻ പറ്റില്ല. അപ്പൊ ജസ്റ്റ് നമുക്ക് ഹോം സ്ക്രീൻ ഓൺ ആക്കാം. ബാക്കിയുള്ള ഇത് ഏതിട്ടാലും ഇത് വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് വേണ്ട. റെഡി. അപ്പൊ ഇതാണ് നമ്മുടെ ദേവുവിന്റെ ഹോം തിയേറ്റർ. അപ്പൊ എപ്പോഴെങ്കിലും ഒരു സിനിമ വേഗം തന്നെ ഇതിനകത്തിരുന്ന് കാണുക. ഞങ്ങൾക്ക് ഭയങ്കര തിരക്കേണ്ട ഒരു സിനിമ പോലും കാണാൻ പറ്റിയിട്ടില്ല അല്ലേ? മാളികപ്പുറം തന്നെ ഇട്ടിരുന്ന് കണ്ടോ? അതെ, മാളികപ്പുറം ഒരു 10-70 തിയേറ്ററിലെങ്കിലും തിയേറ്റർ വിസിറ്റ് ആയിട്ട് പോയിട്ടുള്ളതുകൊണ്ട് ഒരു 60-70 പ്രാവശ്യം ഇതുവരെ കണ്ടെങ്കിലും എല്ലാ ബിജിഎം എനിക്ക് കാണാപ്പാടാം. എല്ലാം ഞങ്ങൾ കാണാപ്പാടാം. ഏത് ബിജിഎം വേണമെങ്കിലും ചോദിച്ചോ, ഏത് പാട്ട് വേണമെങ്കിലും ചോദിച്ചോ. അതെ, ഒരു ബിജിഎം. ബിജിഎം പാട്ടോ? ബിജിഎം ഉണ്ണിച്ചേട്ടൻ അല്ല, അതുകൊണ്ട് എന്താ ഗുണം അറിയോ? നമ്മള് തിയേറ്ററിൽ പോകുമ്പോ അയ്യോ തീരാറായിണ്ടാവോ കേറാറായോ എന്ന് ചോദിക്കുമ്പോ ഇല്ലില്ല, ഇനി അടുത്ത വരാണ്ട്, അത് കഴിഞ്ഞ് 2 വരാണ്ട്, അത് കഴിഞ്ഞിട്ട് ആവുള്ളൂ. കാരണം എല്ലാരും ആരും എഴുതി, കാരണം ഇവർക്ക് ഇത് കറക്റ്റാ. കാരണം 60-70 പ്രാവശ്യമായി കണ്ട്. മിക്കവാറും രഞ്ജൻ ചേട്ടൻ ഓടിക്കും. രഞ്ജൻ ചേട്ടന്റെ കഞ്ഞിയിൽ പാറ്റ വാരി എന്ന പരിപാടിയാണ്. അതെ, എല്ലാരും ദേവുവിനെ സമീപിക്കുക. മാളികപ്പുറത്തിന്റെ ഒരു പാട്ടും കൂടെ. നങ്ങേലി വേണോ അത് അമ്പാടിക്കണോ? നങ്ങേലി. ഓക്കെ. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചെങ്ങാതി വാവേ നിന്നോടുകൂടി കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളില് കനവിന്റെ മാമലയിൽ മതി മതി. ഞാൻ എത്ര പാട്ടുകാരി ഒന്നും അല്ല, കൊച്ചു പാടി. അതിനെക്കാട്ടും നന്നായിട്ട് ഞാൻ അമ്പാടി തുമ്പുക്കുഞ്ഞും പാടും. അത് കുഴപ്പമില്ല. അതില് ഹായ് പിച്ചില്ല. എനിക്ക് തോന്നുന്നു ദേവു എന്നെ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ആ സീനിലെ കരഞ്ഞിട്ടുള്ള അല്ലേ? എന്റെ അമ്മയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അതൊക്കെ കണ്ടിട്ട്. എന്റെ പൊന്നോ. അല്ല, വേറൊരു കാര്യമുണ്ട്. ഇത്രയും പേര് കരയുമ്പോ ആൾക്കാർ വിചാരിക്കും നമുക്ക് എന്താ സന്തോഷം, പക്ഷെ അതിനെടുത്ത കഷ്ടപ്പാടും ഒരു സീനിൽ ഞാൻ സത്യത്തിൽ കരഞ്ഞു. അതില് സത്യമായിട്ട് നമ്മളത് അതായിട്ട് മുമ്പോട്ട് പോകുമ്പോ നമ്മൾ അത്രയും ദിവസം നമ്മൾ എടുത്ത ആ ഒരു അതിന്റെ എൻഡ് റിസൾട്ടാണ് ശരിക്കും ആ കരച്ചിൽ. അപ്പൊ ആ കരച്ചിൽ ശരിക്കും നമ്മൾ എടുത്ത എഫേർട്ടിന്റെ ഒരു. അത് മാത്രല്ല, അന്നൊരു സീനില്ലേ അമ്മൂമ്മന്റെ അടുത്ത് എന്താണ് അമ്മൂമ്മ കാറി കയറുന്ന, അത് നല്ല പൊരി വെയിലത്തെടുത്ത് എനിക്ക് ഇവിടെ തലനീരിറങ്ങി, എനിക്ക് ഭയങ്കര വേദനയായിട്ടിരിക്കുമ്പോ ഞാൻ ഉണ്ണിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഉണ്ണിച്ചേട്ട വേദനിക്കില്ല. ആ ദേവു അത് നല്ലതല്ലേ, നിന്നെ കരയാൻ ഹെൽപ്പ് ചെയ്യും. നിന്റെ തീനിൽ ഇത് ആവശ്യം. നീ അമ്മൂമ്മ പോകുമ്പോ നീ ഭയങ്കര വിഷമിച്ചിരിക്കണം, നിനക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഗ്ലിസറിൻ ഇങ്ങനെ ഇട്ട് കണ്ണ് നീറി വെച്ചാ അന്നേ കൊറേ ഗ്ലിസറിൻ ഉപയോഗിച്ചു. ബസ്സിൽ കരയുന്ന സീൻ, ഒരു കുഞ്ഞു സീനിലുണ്ടല്ലോ അച്ഛൻ മരിക്കുന്ന സീൻ, പിന്നെ 1-ാം പടി മേലേക്ക് ആ കണ്ണ് പൊളിച്ചിക്ക 24 മണിക്കൂർ എണീറ്റ് നിക്കാ ഞാൻ. അപ്പം ഈ ഗ്ലിസറിനും കൂടി ഇട്ട് കണ്ണ് കൊച്ചു കൊറേ കഷ്ടം. അതുപോലെ ചേച്ചിയുടെ അയൽവാശി എന്തേ? അത് നമുക്ക് നടന്നോണ്ട് സംസാരിക്കാം. അയൽവാശി April 21 റിലീസാണ്. എല്ലാ ആശംസകളും. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഞങ്ങള് പാർവതീനൊക്കെ ശരിക്കും ഇപ്പൊ ദേവു പലരും ഒരു മോളായിട്ട് കാണുന്ന പോലെ പാർവതീനൊക്കെ ഒരുപാട് പേര് അനിയത്തിയായിട്ടും വീട്ടിലെ ഒരു മെമ്പറെ പോലെ കാണുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പോയി പാർവതിയുടെ
അയൽവാസി കാണണം, ഞങ്ങളും പറയും, ഞങ്ങളും കാണും. പ്രൊമോഷൻ അല്ല, പ്രൊമോഷൻ ആയിട്ടല്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു വെള്ളിയാഴ്ച മതി ഒരു ആളുടെ സിനിമയിലെ തലവരമാണ്. വെള്ളിയാഴ്ച ആയിരുന്നു വെള്ളിയാഴ്ച ആയിരുന്നു എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഡിസംബർ 30 വെള്ളിയാഴ്ച ആയിരുന്നു മാളികപ്പുറം ഇറങ്ങിയത്. അപ്പൊ അതുപോലെ ഒരു നല്ല തുടക്കം ആവട്ടെ. നല്ല ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോ നമുക്കൊക്കെ എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. സത്യമായിട്ട് ദേവുവിന്റെ തൊട്ടപ്പൻ എന്ന് പറഞ്ഞ സിനിമയാണ് ആദ്യത്തെ സിനിമ. 28 സെക്കൻഡ് ആണ് ആ സിനിമയിൽ 28 സെക്കൻഡ് കണ്ണടച്ച് തുറന്ന് കടന്നു പോകായിരുന്നു. പക്ഷെ ആ സിനിമയുടെ ഒരു പോസ്റ്റർ കണ്ടിട്ടാണ് അടുത്ത സിനിമ അങ്ങനെയാണ് ഇതുവരെ വന്നത്. അപ്പൊ അത് ഓരോരോ നിമിത്തങ്ങളും ഒക്കെയാണ്. അപ്പൊ അതുപോലെ അടിപൊളിയായിട്ട് വരട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങളും എല്ലാവരും ഇവിടെ വന്നു. ഒരുപാട് പേരുടെ ഞങ്ങളുടെ മകൾ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരുപാട് പേരുടെ മകളായി. അപ്പൊ അതൊക്കെ വലിയൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണിക്കാം. ഓക്കെ, ഇവിടെ ഇനി ചെടിയൊക്കെ ഇനി ഇവിടെ ചെടി വരാനുണ്ട്. നമ്മളെല്ലാം ഇങ്ങോട്ട് വന്ന് സെറ്റ് ആവണതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഒരു കാറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെയാണ്. ഇതിങ്ങനെയാണ് ഈ ഷട്ടർ വരുന്നത്. ഇതാണ്. ഇതിപ്പോ നമ്മളിങ്ങനെ ഷട്ടർ ഇവിടെ വരാനുണ്ട്, അവിടെ വരാനുണ്ട്, അതിന്റെ അകത്ത് വരാനുണ്ട്. അപ്പൊ അങ്ങനെയാ വരണത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ വരാനുണ്ട്. ഇത് നമുക്ക് എല്ലാം ആക്കാം. റെഡിയാണ്. വാ, നമുക്ക് ഇങ്ങനെ അവിടെ വഞ്ചിയുണ്ട്. ചക്ക എന്ന് പറയും. ഇതാണ് മണമുള്ള ഞാൻ കൊടുത്തു. ഞാൻ മണത്തപ്പോ എന്താ സ്പൈസസ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് കറുകപ്പട്ടയെന്ന് എന്റെ അടുത്ത് പറഞ്ഞത്. കറുകപ്പട്ടയാണ്. നിങ്ങളുടെ ഇതാണ് ഫ്രണ്ട് വശമായിട്ട് വെച്ചേക്കണെങ്കിലും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അവിടെയാണ്. ശരിയാ, ശരി. ഇത് ഇനി ഇങ്ങനെ അങ്ങോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വീടുകൾ തന്നെയാണ്. ഇതൊക്കെ ഞങ്ങൾ വെച്ച മഴയാണ്. സ്വന്തമായി വഞ്ചിയുള്ള ടീംസ് ആണ്. അതെ, സ്വന്തമായിട്ട് വഞ്ചിയുള്ള ടീംസാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ തന്നെ ഒരു കഥ പറയും. സ്വന്തമായി വഞ്ചിയുള്ള ടീംസ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന കമന്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം വരട്ടെ ഉപകാരപ്പെടുമെന്നായിരിക്കും. പക്ഷെ 2018 ഇവിടെ വെള്ളം പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഇതൊരു ഹൈറ്റുള്ള ഏരിയ ആണ്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം സമയം കിട്ടുന്ന സമയത്തൊക്കെ വഞ്ചി ഉപയോഗിക്കും. രസമാണ്. പരുന്തറാഞ്ചി എന്ന് പറഞ്ഞ അവിടെ ഒരു മണപ്പുറം ഉണ്ട്, മീൻ പിടിക്കാൻ പറ്റും, അങ്ങനെ എല്ലാമാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാനെല്ലാം പറഞ്ഞിരുന്നു. അവിടെ ഒരാള് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വരും. ഞങ്ങൾ ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയം വഞ്ചി തുഴയും. ഇവിടെയും കൊറേ പ്ലാവും മാവൊക്കെ നട്ടിട്ടുണ്ട്. നല്ല രസമായിട്ട് പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല രസമാണ്. അതിനകത്ത് ചക്കയും ഉണ്ട്, മാങ്ങയുണ്ട്. അതന്നെ, ചക്ക അവിടെ ഒരു നെല്ലിത്തയും ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇതൊക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഇരിക്കാം. ഞാൻ ദേവുവിന്റെ അടുത്ത് പറയായിരുന്നു, എനിക്ക് ഏറ്റവും ദേവുവിനോട് കുശുമ്പുള്ളത് ഈ ഒരു കാര്യത്തിലാണ്. ഈ ഒരു വ്യൂ ദേവുവിനോട് അതും വലിയൊരു കാര്യമാണ്. കാരണം ചിലപ്പോ ഒരു വലിയ ആളാണ്, ചിലപ്പോ അയ്യോ അതൊക്കെ ഒരു കുശുമ്പുണ്ടാവും. പക്ഷെ ഇത് കുശുമ്പിലുപരി ഒരു വലിയ സ്നേഹമാണ്. ശരിക്കും മലയാളിയുടെ ഒരുപാട് ഒരു രീതിയിൽ ആർക്കും ഒന്നും പറയാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അതിനുള്ള കാരണങ്ങളുള്ള എല്ലാരും സ്നേഹിക്കുക മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു, ഒരു കാര്യമില്ല, ഈ വ്യൂ മാത്രം എനിക്ക് നിന്നോട് കുശുമ്പുള്ള. ശരിയാണ്. അപ്പൊ ആ വ്യൂ ഒന്ന് എല്ലാവരെയും കാണിച്ചു കൊടുക്കാം. ഞാനും ദേവൊക്കെ സമയം കിട്ടുമ്പോൾ ഞങ്ങള് രാത്രി എത്ര തിരക്കാണെങ്കിലും വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ കിട്ടുന്ന ഒരു ഭയങ്കര വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ട്, അല്ലെങ്കിൽ ഒരു സന്തോഷമുണ്ട്. അതെ. പിന്നെ ഞാൻ പറഞ്ഞു, ദേവുവിന്റെ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റൂമിന്നും ഇപ്പൊ ഇവിടെ ഡൈനിങ് റൂമിന്നും കിച്ചണിൽ നിന്നൊക്കെ നമുക്ക് വ്യൂ ഇങ്ങോട്ടാണ്. ശരിക്കും ഞാൻ ഈ വീടിന്റെ നമ്മളൊരു പ്ലാൻ വരയ്ക്കുമ്പോ, അതായത് നമ്മൾ ഭയങ്കര 3D-ലൊന്നുമല്ലാണ്, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വരച്ചിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ 3D ആക്കിയതും ബാക്കിയൊക്കെ. അപ്പൊ നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് എവിടെ നിന്നാലും ഈ കാറ്റും വെളിച്ചം അകത്ത് വരണം, എവിടെ നിന്നാലും ഇത് കാണാൻ പറ്റണം, വരുന്ന ഓരോരുത്തരിലും ഈ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവണം, ആ വെളിച്ചം ഒരുപാട് പേർക്ക് തെളിച്ചമാവണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ശരിക്കും നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ അത് പക്ഷെ ഇവരെല്ലാവരും വരുമ്പോഴും ആ ഒരു സന്തോഷം പറയുമ്പോൾ ഞങ്ങൾക്കും അതൊരു വലിയ സന്തോഷമാണ്. ഇപ്പൊ നിങ്ങൾ വന്നപ്പോ നിങ്ങൾക്കും ഒരു വലിയ സന്തോഷം. തീർച്ചയായിട്ടും മൊത്തത്തില് ഭയങ്കര ഇഷ്ടമായി. എല്ലാം ഓരോ മുക്കും മൂല എല്ലാം ഭയങ്കര രസമായി. ഇതിന്റെ ഒക്കെ ക്രെഡിറ്റ് ഈ കുടുംബനാഥനാണ് സത്യം പറഞ്ഞ. അല്ല, പക്ഷെ അതിലൊരു കാര്യം, ഇവരെല്ലാവരും തരുന്ന ഒരു സപ്പോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ അത് വെക്കാം, ഓക്കെ, അല്ലെങ്കിൽ ഇത് പറ്റുമോ, ഇതൊരു കൂട്ടായ്മയുടെ തന്നെയാണ്. ഇപ്പൊ
ഇൻഡോർ പ്ലാന്റ് ദേവുവിന് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ കർട്ടനുകൾ പ്രീതയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, മണ്ടാല മണ്ടാല പ്ലേറ്റ്സ് ഒക്കെ പ്രീതയുടെ അല്ല അങ്ങനെയുള്ള പല പല ഇതാണ്. ഇപ്പൊ ദേവുവിന്റെ സജഷൻസ് ഇതിലുണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും, പിന്നെ ഇവർക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കോമൺ ആയിട്ട്, പിന്നെ ഇപ്പൊ പല യൂട്യൂബ് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഹോം ടൂർസ് കണ്ടിട്ടുണ്ട്, പല തീക്കടെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിയേക്കുന്നത്. എന്തെങ്കിലും എന്താ പറയാ ഇപ്പൊ സാധാരണ വീടുകളിൽ എന്തെങ്കിലും പുതിയതായിട്ടൊരു സാധനം ഈ വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ചേട്ടന്? പുതിയതായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞപ്പോ നമ്മള് നിങ്ങൾ കടന്നു വന്ന ഗേറ്റ്, ആ ഗേറ്റ് ശരിക്കും എല്ലാവരും റിമോട്ട് ഗേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിലൊരു പുതിയ ഇത് ചെയ്തിട്ടുണ്ട്. നിലവിൽ അതിൽ നമ്പർ ആഡ് ചെയ്ത് ഒരു സിം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വരുന്ന സമയത്ത് റിമോട്ട് വെച്ചിട്ട് വേണമെന്നില്ല, ജസ്റ്റ് നമ്മൾ ഫോണിൽ കോൾ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി തുറക്കും. നമ്മൾ കടന്നു വരുമ്പോൾ സെൻസർ ആയി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. അല്ല ഇപ്പൊ പാർവതിയുടെ നമ്പർ ഞാൻ ആഡ് ചെയ്തിട്ടാ പാർവതിക്കും തുറക്കാം, അല്ല ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. പിന്നെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതെന്ത് ബേസാ? ആ ഏരിയ നമ്മൾ ഇപ്പൊ നിലവിൽ ടോയ്സ് എല്ലാം ഇരിക്കുന്നത്, നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് അതൊന്ന് മാറ്റിയിട്ട് സെറ്റ് ചെയ്യണം. അല്ല ദേവുവിനൊരു പ്ലേ ഹൗസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ട് ഒരു പ്ലേ ഹൗസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഷട്ടർ പോലത്തെ സാധനം ഇത് ശരിക്കും നമ്മൾ ഫുൾ വ്യൂ കിട്ടാൻ നമ്മൾ ഓപ്പൺ ആയിട്ടാണ് ചെയ്തേക്കണം. എല്ലാ സ്ഥലത്തും ഗ്ലാസ് ആണ്, പക്ഷെ ഇത് ലാമിനേറ്റഡ് ഗ്ലാസ് തന്നെയാണ്. അപ്പൊ എങ്കിലും നമ്മൾ സേഫ്റ്റി സൈഡ് നോക്കിയിട്ട് ഇതിലെല്ലാത്തിലും ഷട്ടർ ഉണ്ട്. ഈ ഷട്ടറുകളെല്ലാം അകത്തായിരിക്കണം, അറിയില്ല, ശ്രദ്ധിക്കുകയില്ല. ഷട്ടർ ഓട്ടോമാറ്റിക്കലി ഷട്ടർ താഴ്ട്ട് വരും, എല്ലാ സ്ഥലത്തും ഷട്ടർ താഴ്ട്ട് വരും. അപ്പൊ ഒരു ഗുണം കൂടി എന്താ വെച്ചാൽ നമ്മൾ ആ സമയത്ത് ഗ്ലാസ് അടച്ചിട്ടിട്ടാണ് ഷട്ടർ താത്തുന്നത്. അപ്പൊ ഈ ഫ്രഷ് എയർ ഫുൾ ടൈം അകത്ത് കിട്ടുകയും ചെയ്യും. അപ്പൊ അങ്ങനെയും കൂടി ഒരു ഗുണമുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഡോർ അടച്ചു പിന്നെ എയർ ടൈറ്റ് ആയി കയറുന്നില്ല. ഇത് അങ്ങനെയല്ല, ഷട്ടറാണ്, ചെറിയ പ്രാണികളൊന്നും കയറില്ല. അങ്ങനെയൊക്കെയാണ്. ഇവിടെ കുറേ പുതിയ പുതിയ സാധനങ്ങളുണ്ട്. അപ്പൊ ഇവിടെയാണ് കാർ പോർച്ച് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പൊ ഈ വീടാണ് എൻട്രി ചെയ്യണമെങ്കിലും കാർ ഒക്കെ ഇടാനുള്ള രീതിയിൽ തന്നെ സ്പേസ് ഉണ്ട്. പക്ഷെ നമ്മൾ കടന്നു വരുന്ന ഏരിയയും ഭയങ്കര നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് നമ്മൾ വരുന്നത്. എന്നാൽ ഇതൊരു എൻഡാണ്. ഇത് നമ്മുടെ ഗേറ്റ് ക്ലോസ് ആയാൽ നമുക്ക് നല്ല പ്രൈവസി ഉള്ള സ്പേസ് ആണ്. നമുക്ക് നമ്മുടെ എല്ലാവരും വന്ന് ഇരിക്കാൻ ഒരിതുണ്ട്, സംസാരിക്കാം. ഇപ്പൊ നമ്മൾ ഇത്ര ഉറക്കെയാണ് സംസാരിക്കും, അയ്യോ എന്നുള്ളൊരു പ്രശ്നമില്ല. പിന്നെ ഈ പറഞ്ഞ ഇത്രയും കാറ്റ് കിട്ടുന്നൊരു സ്പേസ് ആണ്. അല്ല കഴിഞ്ഞ ദിവസം മഴ പെയ്തായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം രാത്രി ഷൂട്ട് കഴിഞ്ഞ് വന്നു, മഴയായിരുന്നു. അപ്പൊ മഴയൊക്കെ മാറി നല്ല തണുത്ത ഇതിൽ നിൽക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ വന്ന് കുറെ നേരം എല്ലാരും കൂടി, അമ്മയും വൈഫും ദൈവവും എല്ലാരും കൂടി ഇവിടെ വർത്താനൊക്കെ പറഞ്ഞു. ദൈവൂടെ കിടന്ന് ഉറങ്ങിപ്പോയി, ദൈവനെ എടുത്തോണ്ട് കിടത്താണ്. ഉണ്ണിച്ചേട്ടന്റെ വീട്ടിൽ പോയി ഉണ്ണിച്ചേട്ടനോട് ഒരു സിംഗട് വരാൻ പറ. ഉണ്ണിച്ചേട്ടൻ ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടൻ, ആൻഡ്രോ ചേട്ടൻ, പീയൂഷും അഭിലാഷ് ചേട്ടനും വിഷ്ണു ഒക്കെ വന്നിരുന്നു. ഞങ്ങളൊരു പ്രോഗ്രാമായിട്ട് നിൽക്കുന്ന സമയത്ത് അവര് വൈകിട്ട് വന്ന് അവരൊക്കെ ഫുഡ് കഴിച്ചിട്ടാ പോയത്, ബോട്ടിലൊക്കെ പോയിട്ടാ പോയത്. പീയൂഷ് ഭയങ്കര കുരുത്തക്കേടല്ലേ? എന്തൊക്കെയാ ചേട്ടാ പുതിയ പ്രോജക്ട്സ് ഒക്കെ ദേവുന്റെ? പുതിയ പ്രോജക്ട്സ് ഇറങ്ങാനുള്ളത് ഇപ്പൊ മെയ് ഫസ്റ്റ് വീക്കില് ഫ്ലഡിന്റെ മൂവി 2018 ഇറങ്ങുന്നു. അത് ഞാൻ പറയായിരുന്നു, വന്ന ആ സമയത്ത് അനുഭവിച്ചത് കൊണ്ട് നല്ല രീതിയിൽ അഭിനയിക്കാൻ പറ്റും. അതില് ശരിക്കും ഞങ്ങൾ ആദ്യം വേറൊരു ക്യാരക്ടറായിരുന്നു ദേവ് ചെയ്തത്, പിന്നീട് അതൊന്ന് മാറുക ചെയ്ത്. ചെറിയ ക്യാരക്ടറാണ്, പക്ഷെ അത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. വലുത് ചെറുതെന്നില്ല, ഉള്ളത് നല്ല ക്യാരക്ടർ. സിനിമ എന്ന് പറയുന്നത് ഞാൻ കാണുന്നിടത്തോളം ഒരു വലിയ കാര്യമാണ്. അതില് 28 സെക്കൻഡ് ആയിക്കോട്ടെ, ത്രൂ ഔട്ട് ആയിക്കോട്ടെ, അതിലൊന്നും അല്ല കാര്യം. സിനിമ എന്ന് പറയുന്നതിൽ ഭാഗമാകുക എന്നുള്ളത്, വിജയം പരാജയം ആളറിയുന്നു, അതൊന്നും കാര്യം. 11 സിനിമ ചെയ്തിട്ട് ഒരാൾ പോലും അറിയാതിരുന്ന ആളാണ് ദൈവം. അപ്പോൾ ആ സിനിമ എന്ന് പറയുന്നതിൽ ചേരുക, അല്ലെങ്കിൽ അതിൽ ഭാഗമാകുക എന്നുള്ളത്. മിന്നൽ മുരളി പോലൊരു വലിയ സിനിമയിൽ ഭാഗമാകുക എന്നുള്ളതായിരുന്നു. അതുപോലെ 2018 ഒരു വലിയ സിനിമയാണ്. ആ സിനിമയിലൊരു ചെറിയ ഭാഗമാണെങ്കിലും അതിലെത്താൻ കഴിഞ്ഞു. അപ്പൊ അത് ഫസ്റ്റ് വീക്ക് ഇറങ്ങുന്നുണ്ട്. നെയ്മർ സെക്കൻഡ് വീക്കിൽ ഇറങ്ങുന്നുണ്ട്. മെയ് എൻഡിലേക്കായിരിക്കും സോമന്റെ കൃതാവ് എന്ന് പറഞ്ഞൊരു പടം, വിനയ് ഫോർട്ട് ചെയ്തൊരു പടമാണ്. അപ്പൊ ആ പടം മെയ് എൻഡിലേക്ക് പ്ലാൻ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മെയ്യിൽ 3 പടം റിലീസ് ആകാനുണ്ട്. ഇപ്പൊ അരമനൈ 4 ആണ് തമിഴില് ഷൂട്ട് നടക്കുന്നത്. അത് സുന്ദർ സി സാറിന്റെ പ്രൊജക്ട് ആണ്. അരമനൈ 1, 2, 3 ഇറങ്ങിയതാണ്. ഇത് 4 ആണ്. തമന്ന അവരെല്ലാരും ആണ് ഉള്ളത്. ബാക്കി അപ്ഡേഷനുകളെല്ലാം വഴിയെ വരും. അത് കഴിഞ്ഞിട്ട് മലയാളം 2 or 3 പ്രൊജക്ടുകൾ ചെയ്യാനുണ്ട്. മലയാളത്തിന് പോകരുത്, എല്ലാരും കൂടെ കല്ലൂനെ കൊന്നളയും ചിലപ്പോ ശരിക്കും. അല്ല എല്ലാവരും തരുന്ന
ഒരു സ്നേഹമുണ്ട്, അതെ അത് വലുതാണ്. അതെ അതെ ആ സ്നേഹം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അവരുടെ വീട്ടിലൊരു കുട്ടിയാണെന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് അതിന്റെ ഒരു ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷെ ഇതിപ്പോ ശരിക്കും ദേവു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് പോലും ഒരു തമിഴ് സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നല്ലതെന്ന് നമ്മൾ വിചാരിക്കുന്ന നല്ലൊരു ബാനർ വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്തതാണ്. ഈ സിനിമ കണ്ടതിന് ശേഷം വന്നൊരു ഇതാണ്. അപ്പൊ ആ സിനിമ കഴിഞ്ഞ് നമ്മൾ ഓടി ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും നമ്മൾ മലയാളം ചെയ്യും. 2-3 പ്രൊജക്ടുകൾ വരാനുണ്ട്, നല്ല പ്രൊജക്ടുകളുണ്ട്. ബാക്കി എല്ലാം നമ്മൾ വഴി അപ്ഡേറ്റ് ചെയ്യും. ദേവുവിന്റെ സോഷ്യൽ മീഡിയയിലെല്ലാം ഞങ്ങൾ അപ്ഡേറ്റ് അത് തന്നെ, ദേവുവിന്റെ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ദേവു എല്ലാ സാധനവും ദേവുവിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ എല്ലാവർക്കും കിട്ടിയില്ലേ? അല്ല, എല്ലാ അപ്ഡേറ്റും അതിലാണ്. അപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഈ ഷൂട്ടിന്റെ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ഷൂട്ട് ഇല്ലാത്തപ്പം ഞാൻ പ്രോഗ്രാം എടുക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിന്റെ അടുത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും വരണം. അത് അറിയണമെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾ എല്ലാവരും വരണം, കല്ലിനെ കാണണം. അതെ. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും വന്നതിൽ സന്തോഷം. ആലുവയിലാണ്. ഞങ്ങൾ ആലുവയിലാണ്. നമ്മുടെ ചൊവ്വര പള്ളിയുടെ തൊട്ടടുത്താണ്. ശരിക്കും ചൊവ്വര പള്ളിയുടെ പള്ളിയങ്ങാടിയാണ്. ഒരു വളരെ പോസിറ്റിവിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. അതെ, അവള് പറഞ്ഞു ലോൺ അല്ല, നെയ്ബേഴ്സ് ഒക്കെ ആയിട്ട് ഫുൾ ഭയങ്കര രസമാണ്. നല്ലൊരു ഏരിയ ആണ്. പ്രത്യേകിച്ച് നമ്മളൊരു ഒരു വലിയ ദേവാലയത്തിന്റെ അടുത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ഇപ്പൊ മെയ് 1-ന് 10,000-ൽ കൂടുതൽ പേര് പങ്കെടുക്കുന്ന ഊട്ടുനേർച്ച നടക്കുന്ന പിന്നെ ഗാനമേളയുണ്ട്. ഗാനമേള കല്ലുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാ, ഇത് ഒരു ഞങ്ങൾക്ക് വളരെ പോസിറ്റിവിറ്റി തരുന്ന ഒരു സ്ഥലമാണ്, വളരെ സന്തോഷം തരുന്നൊരു സ്ഥലമാണ്. നമ്മുടെ വീടെന്ന് പറയുന്നതാണല്ലോ ചേട്ടാ. ഹോം സ്വീറ്റ് ഹോം ആണ്. അതെ, ഈ വീടിന്റെ ഐശ്വര്യം ദേവുട്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാരും ഇതുപോലെ തന്നെ സന്തോഷായിട്ട് നിങ്ങളുടെ ഈ വലിയ ചെറിയ വീട്ടില് സന്തോഷായിട്ട് ഇരിക്കട്ടെ. ഞങ്ങൾ കൊറേ പേര് വീട്ടിൽ സജസ്റ്റ് ചെയ്ത, ഞാൻ കൊറേ സജസ്റ്റ് ചെയ്ത സ്വപ്നക്കൂട്, റിവർ സൈഡ്, അങ്ങനെ പല പേര് വന്നെങ്കിലും വീടിന്റെ പേര് എങ്ങനെയാ വെച്ചാൽ വന്ന് എല്ലാവരും ഇവിടെ വരുമ്പോ മാളികപ്പുറത്തിന്റെ വീട് എവിടെയാ, മാളികപ്പുറത്തിന്റെ വീട് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ലാസ്റ്റ് തീരുമാനിച്ചു വീടിന്റെ പേര് മാളികപ്പുറം എന്ന് തന്നെയാണ്. ഒരു ദൈവികതയുള്ള ഒരു പേരാണ്. എനിക്ക് തോന്നുന്നത് ആപ്റ്റ് ആയിട്ടുള്ള പേരാണ് വീടിന് വിടാൻ പറ്റിയത്. ഓക്കെ, ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് സന്തോഷം ഈ വീട് കാണാൻ പറ്റിയതിൽ. ഇത്രയും നല്ലൊരു വീട് കാണാൻ പറ്റും, അതും ചേട്ടൻ ഇല്ലാതെ തന്നെ അവള് ഭയങ്കര അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദേവും വൈഫും അമ്മയും എല്ലാവരും ഇതിന്റെ ഓരോ കാര്യത്തിലും ഒപ്പം നിന്നവരാണ്. അപ്പൊ ഞാൻ വന്ന് പറഞ്ഞു തരുന്നില്ലെങ്കിലും ദേവുന് ഇന്നതാണ്, ഇങ്ങനെയാണെന്ന് ദേവുന് അറിയാം. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. അവൾ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, എല്ലാം. ഓക്കെ, അപ്പൊ ദേവ് സമയം കിട്ടുമ്പോ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കാൻ, തിരക്കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പറ്റണില്ല എന്നുള്ളൊരു പരാതി അല്ല. പക്ഷെ ഞങ്ങൾക്ക് അതിൽ സന്തോഷമാണ്. കാരണം ഒരു സമയത്ത് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് തിരക്ക് വരണം, ഒരുപാട് സിനിമകൾ വരണം എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ദൈവം സഹായിച്ചിട്ട് അങ്ങനെ ഒരു സമയമാണ്. ഒരു ദിവസം മതി ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ. ഞങ്ങളിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങൾ ഫ്രഷ് ആയി. നാളെ ഞങ്ങൾ വീണ്ടും ഷൂട്ട് കൊടുക്കുകയാണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെ സന്തോഷം. ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തുന്നു. അപ്പൊ നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ദേവുട്ടിയുടെ ഹോം ടൂർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോ അടുത്തൊരു സെലിബ്രിറ്റിയുടെ ഹോം ടൂർ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ.